بسم الله الرحمن الرحيم رسول الله مرحبا يا حبيب الله مرحبا يا رسول الله مرحبا يا حبيب الله أبيني मेरे आका مرحبا يا رسول الله مرحبا يا رسول الله مرحبا يا حبيب الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين فرقوا دينهم وكانوا شيعا لست منهم في شيء إنما أمرهم إلى الله ثم ينبئهم بما كانوا يفعلون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കളെ, ആലിമീങ്ങളെ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സമസ്ത കേരള സുന്നി യുവജന സംഘം ആദവനാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാം സംഘടിപ്പിക്കുന്ന ആദർശ പ്രചാരണ പ്രഭാഷണം കേരളത്തിലൊട്ടുക്കും SYSന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു വരുന്ന ആദർശ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നാം സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. 4 ദിവസങ്ങൾ നീണ്ടുനിന്ന ഈ പ്രഭാഷണ പരമ്പര ഇന്ന് ഇവിടെ സമാപിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും ഏറ്റിത്തരുമാറാകട്ടെ. ആമീൻ. നമ്മുടെ മരണപ്പെട്ടുപോയ സഹോദരങ്ങൾ, മാതാപിതാക്കളും ബന്ധപ്പെട്ടവരും സാദാത്തുക്കളും ആലിമീങ്ങളും സഹപ്രവർത്തകരും, പ്രത്യേകിച്ചും ഈ നഗരി സജ്ജീകരിച്ചിട്ടുള്ള നമ്മോടൊപ്പം ഒരു കാലത്ത് സംഘടനാ പ്രവർത്തന രംഗത്ത് മുൻനിരയിലുണ്ടായിരുന്ന അമീർ സഖാഫി ഉൾപ്പെടെ എല്ലാവരുടെയും പരലോക ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രഭാഷണത്തിൻ്റെ സമാപന ദിവസം ആയതുകൊണ്ട് ഇന്ന് പ്രത്യേകം ദുആ മജ്ലിസ് ഉണ്ടാകണം. അതും കഴിഞ്ഞ് മാത്രമേ നിങ്ങൾ പിരിഞ്ഞു പോകാവൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. പതനത്തിൻ്റെ ഒരു നൂറ്റാണ്ട് എന്ന ശീർഷകത്തിലാണ് ഇന്ന് പ്രഭാഷണം നടക്കുന്നത്. കേരളത്തിൽ നവോത്ഥാനത്തിൻ്റെ ഒരു നൂറ്റാണ്ട് എന്ന പേരിൽ ഇപ്പോൾ ചില പ്രചാരണ പ്രവർത്തനങ്ങളും അവകാശവാദങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എന്താണ് നവോത്ഥാനം, ഏതാണ് പതനം എന്നത് സംബന്ധിച്ച് സാധാരണക്കാരായ സഹോദരങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ഈ വിഷയം നമ്മുടെ പ്രഭാഷണത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. 2-3 ദിവസങ്ങളിലായി തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നാം സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇന്നലെ ഖുർആൻ, സുന്നത്ത്, മദ്ഹബ് എന്ന വിഷയത്തിൽ അതിൻ്റെ ചില ഭാഗങ്ങൾ സംസാരിക്കാൻ നമുക്ക് സാധിച്ചു. ഈ വിഷയങ്ങളൊന്നും പരിപൂർണമായി അവതരിപ്പിക്കുവാനോ വിശദീകരിക്കുവാനോ ഒരു പ്രഭാഷണത്തിൽ സാധിക്കുന്നതല്ല. ധാരാളം സമയം ഉപയോഗപ്പെടുത്തി പഠിക്കേണ്ട വിഷയങ്ങളാണ് ഓരോന്നും. ഇനിയും നാം സംഘടിപ്പിക്കുന്ന മറ്റ് വേദികളിൽ ഇവിടെ പറയാത്ത ഭാഗങ്ങൾ വിശദീകരിക്കാൻ കഴിയും എന്ന് നാം പ്രതീക്ഷിക്കുകയാണ്.
നവോത്ഥാനം എന്ന മലയാള പദം നിങ്ങളൊക്കെ പലപ്പോഴും കേട്ടിരിക്കും. നാടൻ മലയാളത്തിൽ പറഞ്ഞാൽ വീണുപോയവനെ എഴുന്നേൽപ്പിക്കുന്നതിനാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. ഒരു വ്യക്തി വീണുപോയാൽ, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം വീണുപോയാൽ, അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ അനുയായികൾ വീണുപോയാൽ, ആ വീണ വിഷയങ്ങളിൽ നിന്ന് അവരെ എഴുന്നേൽപ്പിക്കുന്നതിനാണ് നവോത്ഥാനം എന്ന് പറയുക. ആ നവോത്ഥാനം സാധിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് തങ്ങൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് കേരളത്തിൽ പലരും പ്രവർത്തിക്കുന്നുണ്ട്. അവര് കഴിഞ്ഞ 19 കൊല്ലക്കാലമായി കേരളത്തിൽ സാധിച്ച നവോത്ഥാനത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം. അതിൻ്റെ മുമ്പ് യഥാർത്ഥത്തിൽ കേരളത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ നവോത്ഥാനം, അവര് വീണ സ്ഥലത്ത് നിന്ന് അവരെ എഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടി ആരാണ് പ്രവർത്തിച്ചിട്ടുള്ളത്? മനുഷ്യന്മാര് വീഴാറുള്ളത് പല നിലക്ക് വീഴ്ചകൾ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ വിശ്വാസരംഗത്തായിരിക്കും തളർച്ചയും വീഴ്ചയും സംഭവിക്കുക. മറ്റു ചിലപ്പോൾ ധാർമ്മികമായി മനുഷ്യൻ വീണെന്ന് വരും. സാമ്പത്തികമായും മനുഷ്യൻ വീണു പോകാറുണ്ട്, തകർന്നു പോകാറുണ്ട്. അതേപോലെ വിദ്യാഭ്യാസപരമായി മനുഷ്യർ വീണു പോകാറുണ്ട്. അത്തരം വീഴ്ചകളിൽ നിന്നെല്ലാം ഈ സമുദായത്തെ കൈപിടിച്ച് ഔന്നത്യത്തിലേക്ക്, ഉയർച്ചയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നവരാരോ അവരാണ് നവോത്ഥാന നായകന്മാർ. അത് കേരളത്തിൽ ആരാണ് സാധിച്ചത്, ആരാണ് നമുക്ക് നേടിത്തന്നത് എന്ന് ചരിത്രം വെറുതെ പരിശോധിച്ചാൽ ഗഹനമായ പഠനമൊന്നും ആവശ്യമില്ല, ഗവേഷണ സ്വഭാവമുള്ള അന്വേഷണവും ആവശ്യമില്ല. ചരിത്രത്തിൻ്റെ ലളിതമായ വായനയിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിൽ വിശ്വാസരംഗത്ത്, ധാർമ്മിക രംഗത്ത്, ആത്മീയ രംഗത്ത് വീണുപോയ മുസ്ലിം സഹോദരങ്ങളെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി കേരളത്തിൽ പ്രവർത്തിച്ചതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരാണ്. പഴയ കാലത്തും അതെ, വർത്തമാനകാലത്തും അതെ, ഭാവി കാലത്തും അതെ. പഴയ കാലങ്ങളിൽ കേരളത്തിലെ മുസ്ലിമീങ്ങളെ ഇന്നും അവരെ ആവേശം കൊള്ളിക്കുന്ന പേരുകൾ ഏതൊക്കെയാണ്? കേരളത്തിലെ മുസ്ലിമീങ്ങളെ ഇന്നും ആവേശം കൊള്ളിക്കുന്ന പേരുകൾ ഏതൊക്കെയാണ്? ഉമർ ഖാലിയുടെ പേര് കേൾക്കുമ്പോൾ നമുക്ക് ആവേശമാണ്. വെളിയങ്കോട് ഉമർ ഖാലിയുടെ പേര് കേട്ടാൽ നമുക്ക് രോമാഞ്ചവുമാണ്. മമ്പറം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷവും അഭിമാനവുമാണ്. ആലി മുസ്ലിയാരുടെ പേര് കേൾക്കുമ്പോൾ ഇപ്പോഴും നമ്മുടെ സിരകളിൽ രക്തം തിളക്കും. മഖ്ദൂമുമാരുടെ പേര് കേൾക്കുമ്പോൾ നമുക്ക് ബഹുമാനവും ആദരവുമാണ്. അങ്ങനെ കേരളത്തിൽ പഴയ കാലങ്ങളിൽ മുസ്ലിം സമുദായം അവര് വീണിടത്ത് നിന്ന് അവരെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി, അതാണല്ലോ നവോത്ഥാനം, അങ്ങനെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് മഹാന്മാരായ മഖ്ദൂമുമാരും അതേപോലെ സാദാത്തുക്കളും ഉമർ ഖാലി, അതേപോലെ ആലി മുസ്ലിയാർ തുടങ്ങിയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരും. അവരുടെ ഒരു കാലഘട്ടം അവസാനിച്ചപ്പോ അന്ന് സംഘടിതമായ രീതികളൊന്നും ഇതിനില്ല. ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ, അള്ളാഹുവിന്റെ ഒരു രീതിയും അങ്ങനെയാണ്. പ്രവാചകന്മാരുടെ കാലം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. അന്ന് സംഘടനാ പ്രവർത്തനങ്ങളില്ല, സംഘടനാ രീതികളില്ല, സംഘടനയുടേതായ പ്രവർത്തന രീതികളൊന്നും പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നാം കാണുകയില്ല. അതിന് മാതൃകകളില്ല എന്നല്ല ഞാൻ പറയുന്നത്. വ്യവസ്ഥാപിതമായ സംഘടിതമായ പ്രവർത്തനങ്ങൾ, പ്രസിഡന്റ്, സെക്രട്ടറി, കമ്മിറ്റി
യൂണിറ്റ്, ജില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംവിധാനങ്ങൾ അത് പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ഇല്ല. പ്രവാചകന്മാർ അതിന് മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ്. ആ പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചു കൊണ്ടിരുന്നത് അതിന്റെ ഒരു രീതി എങ്ങനെയായിരുന്നു? എവിടെയാണോ മനുഷ്യൻ വീണു പോകുന്നത് അവിടേക്ക് ഒരു പ്രവാചകനെ നിയോഗിക്കുകയാണ്. ഏതൊരു ഗ്രാമത്തിലാണോ മനുഷ്യൻ അധപ്പതിച്ചു പോയതെങ്കിൽ അങ്ങോട്ടൊരു പ്രവാചകനെ നിയോഗിക്കുന്നു. ഏതൊരു ഗോത്രത്തിൽ, ഒരു കുടുംബത്തിൽ അധപ്പതനം സംഭവിച്ചാൽ, വീഴ്ച സംഭവിച്ചാൽ അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി അവിടെ ഒരു പ്രവാചകനെ നിശ്ചയിക്കുന്നു. ഒരു രാജ്യത്ത് മനുഷ്യര് അധപ്പതനത്തിലേക്കും ധാർമ്മികമായ പതനത്തിലേക്കും ഒരു ജനസമൂഹം, ഒരു ജനപഥം കൂപ്പുകുത്തുമ്പോൾ അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ആ രാജ്യത്തേക്ക് ഒരു പ്രവാചകനെ നിശ്ചയിക്കുന്നു. അങ്ങനെയാണ് ആ കാലഘട്ടങ്ങളിൽ നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. പ്രവാചകന്മാരുടെ കാലഘട്ടം അവസാനിച്ചപ്പോൾ മുസ്ലിം സമുദായത്തെ അവരുടെ പതനത്തിൽ നിന്നും അവരുടെ വീഴ്ചയിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരേണ്ട ചുമതല മിക്കവാറും നിർവഹിച്ചിരുന്നത് ആത്മീയ ആചാര്യന്മാരും പണ്ഡിതന്മാരുമായിരുന്നു. ഇപ്പോഴും നിങ്ങൾ നോക്കൂ, നമ്മുടെ കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രദേശങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അവിടെയൊക്കെ പഴയ കാലങ്ങളിൽ മുസ്ലിമീങ്ങൾക്ക് ആത്മീയമായും വിദ്യാഭ്യാസപരമായും സാമൂഹികമായും നേതൃത്വം നൽകിയിരുന്ന ചില വ്യക്തിത്വങ്ങൾ മറവിട്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടി ഭാഗത്ത് പോയാൽ അവിടെ മമ്പുറം തങ്ങളുടെ നേതൃത്വത്തിൽ നവോത്ഥാന പ്രവർത്തനങ്ങൾ നടന്നു. മമ്പുറം തങ്ങളുടെ നേതൃത്വം തിരൂരങ്ങാടിയിലും പരിസരത്തും മാത്രം ഒതുങ്ങി നിന്നില്ല. ഏറെക്കുറെ മലപ്പുറം ജില്ലയുടെ, കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ആ ആത്മീയ പ്രസരിപ്പ് വെളിച്ചം പകർന്ന ഒരു കാലം കഴിഞ്ഞുപോയി. ഇനി അപ്പുറത്തേക്ക് പോയി നോക്കിയാൽ മലപ്പുറം ജില്ലയുടെ തന്നെ ഈ ഭാഗത്തേക്ക് വന്നാൽ അവിടെ ഉമർ ഖാളിയും അതുപോലെ പുത്തമ്പള്ളി കേന്ദ്രീകരിച്ച് കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാരും, പൊന്നാനി കേന്ദ്രീകരിച്ച് സൈനുദ്ദീൻ മഖ്ദൂമുമാരും, അങ്ങനെ കാസർഗോഡ് ഭാഗത്തേക്ക് പോയി നോക്കിയാൽ അവിടെയും ആത്മീയ ആചാര്യന്മാർ ഒട്ടേറെ. അവരുടെ ഒക്കെ പേരിൽ ഇന്ന് നേർച്ചകളും റൂസുകളും അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് ആത്മീയ ഉണർവ്, ഈമാനികമായ ആവേശം പകർന്നിരുന്ന ആചാര്യന്മാർ ഇപ്പോഴും അവരുടെ മരണശേഷവും മുസ്ലിമീങ്ങൾക്ക് ആത്മീയമായ ഉണർവും ആവേശവും ഒക്കെ പകർന്നുകൊണ്ട് നിലകൊള്ളുന്നു. പണ്ഡിതന്മാരും അങ്ങനെ തന്നെയാണ്. ഒരു ഭാഗത്ത്, നമ്മുടെ ഈ ഭാഗത്ത് നമുക്കറിയാം ചെറുശോല കുഞ്ഞഹമ്മദ് മുസ്ലിയാർ, അതിന്റെ മുമ്പ് ധാരാളം പണ്ഡിതന്മാർ. അതേപോലെ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം സഹോദരങ്ങൾക്ക് അവരുടെ വൈജ്ഞാനിക ദാഹം തീർക്കുന്നതിനും അവരെ നേരായ വഴിക്ക് നയിക്കുന്നതിനും ആവശ്യമായ നേതൃത്വം നൽകിയിരുന്ന പണ്ഡിതന്മാർ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒറ്റപ്പെട്ട പ്രവർത്തനങ്ങൾ അത്തരം പണ്ഡിതന്മാരുടെയും ആത്മീയ ആചാര്യന്മാരുടെയും നേതൃത്വത്തിൽ നമ്മുടെ കേരളത്തിൽ നടന്നു വന്നിരുന്നു. അതിന് നമുക്ക് എണ്ണിപ്പറയാവുന്ന, ചരിത്രം വളരെയേറെ പ്രാധാന്യത്തോടെ രേഖപ്പെടുത്തുന്ന ചില വ്യക്തിത്വങ്ങളെയാണ് ഞാൻ പ്രസംഗത്തിന്റെ ആമുഖത്തിൽ എടുത്തു പറഞ്ഞത്. അതിനുശേഷമാണ് പണ്ഡിതന്മാർ സംഘടിത രൂപത്തിൽ മുസ്ലിം കേരളത്തിന്റെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഏതൊക്കെ തലങ്ങളിൽ വീഴ്ചകൾ സംഭവിച്ചോ, ഏതൊക്കെ തലങ്ങളിൽ മുസ്ലിം സമുദായം വീണുപോയോ, ആ വീണുപോയ ഇടങ്ങളിൽ നിന്ന് അവരെ കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടി സംഘടിത രൂപത്തിൽ നമ്മുടെ കേരളത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ, അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ പ്രവർത്തനം ആരംഭിച്ചു. അതിന് ഒരു പ്രത്യേക ചരിത്ര പശ്ചാത്തലമുണ്ടായിരുന്നു. ഞാനത് സമയം പോലെ പറയാം. പക്ഷെ ഞാനിവിടെ ഈ പ്രസംഗത്തിന്റെ ആമുഖത്തിൽ ഓർക്കുവാനും അനുസ്മരിക്കുവാനും ആഗ്രഹിക്കുന്ന, ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, കേരളക്കരയിൽ ധാരാളം പണ്ഡിതന്മാർ കഴിഞ്ഞുപോയി. ആ പണ്ഡിതന്മാരുടെ, അവരിൽ തലയെടുപ്പുള്ളവരുടെ പേരുകൾ നാം ഇപ്പോഴും അനുസ്മരിക്കുകയും ഓർക്കുകയും ചെയ്യുന്നു. എന്നാൽ
വരും കാലങ്ങളിൽ ഭാവി തലമുറ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ പേരിൽ, മുസ്ലിം നവോത്ഥാനത്തിന്റെ പേരിൽ, മുസ്ലിം സമുദായത്തിന്റെ ഉയർച്ചയുടെയും പുരോഗതിയുടെയും പേരിൽ ഓർത്തെടുക്കുകയും ഓർത്തോർത്ത് അനുസ്മരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം മഹാനായ കാന്തപുരം ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് ആയിരിക്കുമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഈ വിഷയത്തിന്റെ ഒരു ആമുഖം എന്ന നിലക്ക് നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഒരു സമുദായം എവിടെയാണോ വീണുപോയത് ആ വീണ സ്ഥലത്ത് നിന്ന് അവരെ എഴുന്നേൽപ്പിക്കുന്നതിനാണ് നവോത്ഥാനം എന്ന് പറയുകയെങ്കിൽ, ഏതൊക്കെ തലങ്ങളിൽ കേരളീയ മുസ്ലിമീങ്ങൾ വീണുപോയോ ആ തലങ്ങളിലൊക്കെയും കേരളീയ മുസ്ലിമീങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി, വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ജീവിതം മുഴുവനും സമർപ്പിച്ച ഒരു മഹാവ്യക്തിത്വത്തിന്റെ മഹനീയ നാമമാണ് ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. അല്ലാഹു മഹാനവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും ഈ സമുദായത്തിന് നേതൃത്വം നൽകുന്നതിന് ഒരുപാട് കാലം നേതൃത്വം നൽകുന്നതിനുള്ള തൗഫീഖും നമുക്കൊക്കെ ആ തണലിൽ ഒരുപാട് കാലം ജീവിക്കുന്നതിനുള്ള അവസരവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ആമീൻ എന്ന് സാന്ദർഭികമായി ഞാൻ ദുആ ചെയ്യുകയാണ്. മർക്കസു സഖാഫത്തി സുന്നിയ കോഴിക്കോട് ജില്ലയുടെ ഒരു ഗ്രാമപ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്ഥാപനമല്ല. അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകരുത്. മർക്കസു സഖാഫത്തി സുന്നിയ നേടിയ ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവം, വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കിയ വിപ്ലവം, അത് കാരന്തൂരിലും കാരന്തൂരിന്റെ പരിസരങ്ങളിലും മാത്രമായി പരന്നു കിടക്കുന്ന മർക്കസിന്റെ ഏതാനും സ്ഥാപനങ്ങൾ എന്നതല്ല, ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും എന്ന് പറഞ്ഞാൽ തെറ്റാകാത്ത വിധം ഇന്ത്യയുടെ മുഴുവൻ ഭാഗങ്ങളിലും എവിടെയൊക്കെ പാവപ്പെട്ടവരുണ്ടോ, ദാരിദ്ര്യത്തിന്റെ പേരിൽ വിദ്യ നിഷേധിക്കപ്പെടുന്നവർ എവിടെയൊക്കെ ഉണ്ടോ, അനാഥകളായി പോയി എന്നതിന്റെ പേരിൽ, ഉമ്മയും ഉപ്പയും മരണപ്പെട്ടു പോയി എന്നതിന്റെ പേരിൽ ആഹാരം നിഷേധിക്കപ്പെടുന്ന, വസ്ത്രം നിഷേധിക്കപ്പെടുന്ന, കിടന്നുറങ്ങുന്ന സമയത്ത് പുതപ്പുകൾ പോലും നിഷേധിക്കപ്പെടുന്ന ഏതൊക്കെ പാവപ്പെട്ടവരുണ്ടോ ആ പാവപ്പെട്ടവരുടെ വീടുകൾ കയറി ഇറങ്ങി അവരുടെ ഉന്നമനത്തിന് വേണ്ടി, ഔന്നത്യത്തിന് വേണ്ടി, അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി 75 വയസ്സ് പ്രായത്തിലെത്തി നിൽക്കുമ്പോഴും മഹാനായ കാന്തപുരം ഉസ്താദ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കാശ്മീരിലായാലും ഗുജറാത്തിലായാലും ബീഹാറിലായാലും ഉത്തർപ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലായാലും എവിടെയൊക്കെയാണോ മുസ്ലിം സഹോദരങ്ങൾ കഷ്ടപ്പെടുന്നത്, എവിടെയൊക്കെയാണോ മനുഷ്യ സഹോദരങ്ങൾ വേദന അനുഭവിക്കുന്നത്, ആ വേദന അനുഭവിക്കുന്നവരെ കണ്ടെത്തി അവർക്ക് ആശ്വാസം പകരുന്ന, അത് വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും സാമ്പത്തിക രംഗത്താണെങ്കിലും, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തണുത്ത് വിറക്കുന്ന കുട്ടികൾക്ക് അവർക്ക് തണുപ്പിൽ പുതക്കാൻ ആവശ്യമായ ഒരു കരിമ്പടം അതെത്തിച്ചുകൊണ്ടാണെങ്കിൽ പോലും മഹാനായ കാന്തപുരം ഉസ്താദിന്റെ സേവന പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ നവോത്ഥാന പ്രവർത്തനങ്ങളും ഇന്ത്യയിലൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയത് മർക്കസ് സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ വെട്ടിച്ചിറയിൽ പ്രവർത്തിച്ചു വരുന്ന മജ്മഉ തസ്കിയത്തുൽ ഇസ്ലാമിയ ഉൾപ്പെടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 10,000-കണക്കിന് അനാഥകളെ സംരക്ഷിക്കുന്ന, 10,000-കണക്കിന് അഗതികളെ സംരക്ഷിക്കുന്ന, എത്രയോ 1000 കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരിക്കുന്ന എത്രയോ സ്ഥാപനങ്ങൾ മലപ്പുറം ജില്ലയിലെ മജ്മഉകൾ തന്നെ ഡസനോളം വരും. അതുകൊണ്ട് അവസാനിച്ചുവോ? കാസർഗോഡ് സഅദിയ്യ മുതൽ അവിടുന്ന് തിരുവനന്തപുരത്ത് നമ്മുടെ സ്ഥാപനം വരെ, അങ്ങനെ ഓരോ ജില്ലയിലും ഓരോ താലൂക്കിലും ഓരോ മേഖലയിലും ഓരോ പഞ്ചായത്തിലും അനാഥകൾക്ക് തണൽ കൊടുക്കുന്നതിന് വേണ്ടി, പാവപ്പെട്ടവർക്ക് വിദ്യ നുകരുന്നതിന് വേണ്ടി, അവർക്ക് ആഹാരം കൊടുക്കുന്നതിന് വേണ്ടി നാം വളർത്തിക്കൊണ്ടുവന്ന ഓരോ സ്ഥാപനവും അതിന്റെ പ്രചോദനം മഹാനായ കാന്തപുരം ഉസ്താദാണ് എന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. കാന്തപുരം ഉസ്താദിന്റെ സേവന പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട കാന്തപുരം ഉസ്താദ് തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ 10-25 വർഷങ്ങളിലായി, അല്ലെങ്കിൽ 10-14 വർഷങ്ങളിലായി കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മർക്കസ് ശരീഅത്ത് കോളേജിൽ നിന്ന് സഖാഫി ബിരുദമെടുത്ത് പുറത്തിറങ്ങിയ 7000-ഓളം വരുന്ന പണ്ഡിതന്മാർ,
7000-ഓളം വരുന്ന പണ്ഡിതന്മാർ, അവര് നേതൃത്വം നൽകുന്ന നവോത്ഥാന പ്രവർത്തനങ്ങൾ, അവര് നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, അവര് നേതൃത്വം നൽകുന്ന മദ്രസകൾ, പള്ളികൾ, സ്ഥാപനങ്ങൾ, അതാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തെ ഇന്ന് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം അതിശയോക്തി ഒട്ടുമില്ലാതെ ഞാനിവിടെ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. മർക്കസ് സഖാഫത്തി സുന്നിയയുടെ 35ാമത് വാർഷിക സമ്മേളനം നടക്കുമ്പോൾ, അതിന്റെ 14ാമത് സനദ്ദാന മഹാസമ്മേളനം നടക്കുമ്പോൾ ഇത് പറയേണ്ടത് ആവശ്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ആമുഖമായി ആ കാര്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. വീണുപോയ സ്ഥലത്ത് നിന്ന് എഴുന്നേൽപ്പിക്കുന്നതാണ് നവോത്ഥാനമെങ്കിൽ മർക്കസ് നയിച്ച വിപ്ലവമാണ് നവോത്ഥാനം. വീണ് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു സമുദായത്തെ എഴുന്നേൽപ്പിച്ച് മുന്നോട്ട് നടത്തുന്നതാണ് നവോത്ഥാനമെങ്കിൽ കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകിയ പ്രവർത്തനങ്ങളാണ് നവോത്ഥാനം. ആത്മീയ രംഗത്തായാലും, ധാർമ്മിക രംഗത്തായാലും, വിദ്യാഭ്യാസ രംഗത്തായാലും, സാമ്പത്തിക രംഗത്തായാലും മുസ്ലിം സമുദായത്തിന് അവബോധം നൽകുന്നതിൽ ആ മഹാവ്യക്തിത്വം വിജയിച്ചിട്ടുണ്ട് എന്ന കാര്യം ഞാൻ ആവർത്തിച്ച് ഇവിടെ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ഇതൊക്കെ ഞാൻ പറയുന്നത് മർക്കസിനോട് നമുക്ക് കടപ്പാടുണ്ട്, കാന്തപുരം ഉസ്താദിനോട് നമുക്ക് ബാധ്യതയുണ്ട്. മുസ്ലിം സമുദായം ആ ബാധ്യത നിർവഹിക്കണം. ആ കടപ്പാടിനെ കുറിച്ച് നാം ബോധവാന്മാരായിരിക്കണം. നമുക്ക് വേണ്ടി നാം ഒരുപക്ഷെ കിടന്നുറങ്ങുമ്പോഴും, നാം നമുക്ക് വേണ്ടി അധ്വാനിക്കുമ്പോഴും, നാം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി മാത്രമായി ഓടി നടക്കുമ്പോഴും, നാം നമ്മുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഓടി നടക്കുമ്പോഴും, നമുക്കെല്ലാവർക്കും വേണ്ടി ഓടി നടക്കുന്ന ഒരു മഹാവ്യക്തിത്വമാണ് മഹാനായ കാന്തപുരം ഉസ്താദ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, അനാഥകൾക്ക് വേണ്ടി, അഗതികൾക്ക് വേണ്ടി രാവും പകലും ഭേദമില്ലാതെ ഓടി നടക്കുന്ന ആ മഹാനായ പണ്ഡിതനെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണ നൽകി ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ മതപരമായ ബാധ്യതയാണ്. അഭിമാനത്തോടെ, സന്തോഷത്തോടെ ഞാൻ പറഞ്ഞോട്ടെ, കേരളത്തിലെ മുസ്ലിമീങ്ങൾ അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിലെ മുസ്ലിമീങ്ങൾ അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കേരള യാത്ര അതിന്റെ തെളിവാണ്. കേരളത്തിലെ മുസ്ലിമീങ്ങൾ മാത്രമല്ല, കേരളത്തിലെ മനുഷ്യത്വത്തെ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, മാനവികതയോട് കടപ്പാടും പ്രതിബദ്ധതയുമുള്ള എല്ലാ മനുഷ്യ സഹോദരങ്ങളും കാന്തപുരത്തെ ഉള്ളം കയ്യിൽ ഏറ്റുവാങ്ങി സ്വീകരിക്കുന്നത് നാം കണ്ടു കേരള യാത്രയിൽ. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് തുടരണം, ഇനിയും തുടരണം. അപ്പോൾ മാത്രമേ ഇസ്ലാമിക നവോത്ഥാനം, മുസ്ലിം നവോത്ഥാനം സാധ്യമാവുകയുള്ളൂ എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അതെന്ന് തളർന്നു പോകുന്നുവോ, ആ മുന്നേറ്റത്തിന് എപ്പോഴാണോ ക്ഷീണം സംഭവിക്കുന്നത്, എപ്പോഴാണോ തളർച്ച സംഭവിക്കുന്നത്, അപ്പോൾ ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന വ്യാജ നവോത്ഥാനം, നവോത്ഥാനത്തിന്റെ പേരില് ഇറങ്ങിപ്പുറപ്പെട്ട കള്ളച്ചരക്കുകൾ, ആ കള്ളച്ചരക്കുകൾ മുസ്ലിം സമുദായത്തെ ചൂഷണം ചെയ്തു തുടങ്ങും. അതിന് സമുദായം അവസരം സൃഷ്ടിക്കരുത് എന്ന് ഞാൻ സാന്ദർഭികമായി ഈ പ്രഭാഷണത്തിന്റെ ആമുഖമായി സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. 1922 കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം അവരുടെ പ്രവർത്തനം ആരംഭിച്ചത് നിഷ്പക്ഷ സംഘം എന്ന പേരിലായിരുന്നു. നിഷ്പക്ഷ സംഘം, പക്ഷമില്ലാത്ത സംഘം. എന്തിനായിരുന്നു കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് മുജാഹിദുകൾ നിഷ്പക്ഷ സംഘം ഉണ്ടാക്കിയത്? മുജാഹിദ് എന്ന പേരൊക്കെ പിന്നെ വന്നതാണ്, പരിചയപ്പെടുത്താൻ വേണ്ടി അങ്ങനെ പറയുന്നു എന്ന് മാത്രം. അന്ന് നിഷ്പക്ഷ സംഘം ഉണ്ടാക്കിയത് കേരളത്തിൽ 1920-കൾ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന കുറെ കഥകളുണ്ട്. ആ കഥകൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കഥകളാണ്. ഞാനത് പറയുന്നില്ല. മുസ്ലിം സമുദായം ആഹൂതി ചെയ്യപ്പെട്ട, അവർ വളരെയേറെ കഷ്ടനഷ്ടങ്ങൾ ഏറ്റുവാങ്ങിയ സമരങ്ങളായിരുന്നു 1920-കളിൽ നടന്ന മലബാർ കലാപവും അതുമായി ബന്ധപ്പെട്ട് നടന്ന മറ്റ് പ്രശ്നങ്ങളും. പിതാക്കന്മാർ നഷ്ടപ്പെട്ടു പോയ എത്രയോ അനാഥ മക്കൾ സമരത്തിലേക്ക് എടുത്തു ചാടിയതിന്റെ ഫലമായി ബ്രിട്ടീഷുകാരന്റെ യന്ത്രത്തോക്കിന്റെ മുന്നിലേക്കാണ് നമ്മുടെ സഹോദരങ്ങൾ പൂളക്കമ്പുമായി അല്ലെങ്കിൽ മരക്കഷ്ണങ്ങളുമായി എടുത്തു ചാടിയത്. അതേപോലെ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ വിധവകളാക്കപ്പെട്ട ഒരുപാട് സഹോദരിമാർ. ഞാനത് വർണ്ണിക്കുന്നില്ല, അത് വർണ്ണിക്കുന്നതിൽ വലിയ അർത്ഥവുമില്ല.
അന്നതെങ്ങനെ സംഭവിച്ചു, സംഭവിക്കണമായിരുന്നോ എന്ന കാര്യങ്ങളൊക്കെ മറ്റു ചർച്ചകളാണ്. പക്ഷേ സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. മുസ്ലിം സമുദായം തീർത്തും അനാഥമാക്കപ്പെട്ടു. ഈ സമുദായത്തെ ബ്രിട്ടീഷുകാരന്റെ കൊലക്കത്തിക്ക് മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നതിൽ അന്ന് പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയായിരുന്നു പിൽക്കാലത്ത് KM മൗലവി എന്ന പേരിൽ അറിയപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവ്. അദ്ദേഹം മലബാറിന്റെ തെരുവുകളിൽ, മലബാറിന്റെ ഗ്രാമങ്ങളിൽ, കൊച്ചു കൊച്ചു പട്ടണങ്ങളിൽ മുസ്ലിം സമുദായത്തെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരടിക്കുന്നതിന് വേണ്ടി, മലബാർ കലാപത്തിലേക്ക് അവരെ എടുത്തെറിയുന്നതിന് വേണ്ടി ഒട്ടേറെ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും സംഘടിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. മലബാർ കലാപം അതിന്റെ മൂർധന്യ ദശയിലെത്തിയപ്പോൾ പിടിക്കപ്പെടുമെന്ന് അദ്ദേഹത്തിന് തോന്നി. പിടിക്കപ്പെടുമെന്ന് തോന്നിയപ്പോൾ ഒരു മുസ്ലിം സ്ത്രീയുടെ പർദ്ദ കടം വാങ്ങി ആ പർദ്ദയണിഞ്ഞ് അദ്ദേഹം കൊടുങ്ങല്ലൂരിലേക്ക് അന്ന് രക്ഷപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ ചെന്ന് വെറുതെ ഇരുന്നില്ല. അവിടെ കുറച്ച് സമയം ഉണ്ടായിരുന്നു. കാരണം പോലീസുകാരും പട്ടാളക്കാരും ഒക്കെ അന്വേഷിച്ചിങ്ങനെ നടക്കുന്നതിനിടയിൽ പുറത്തിറങ്ങാൻ കൂടുതൽ പുറത്തിറങ്ങി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം അന്ന് ഈജിപ്തില് ഞാൻ മുമ്പ് സൂചിപ്പിച്ച ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും റഷീദ് റിളയുടെയും ഒക്കെ നേതൃത്വത്തിൽ പത്രാധിപത്യത്തിൽ പുറത്തിറങ്ങിയിരുന്ന അൽമനാർ മാസികയും അതുപോലെ അവര് രചിച്ച ചില കൃതികളും അതൊക്കെ ഒഴിഞ്ഞ സമയം കിട്ടിയപ്പോ അദ്ദേഹം കൊടുങ്ങല്ലൂരിൽ വെച്ച് വായിച്ചു. അന്ന് റഷീദ് റിളയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന അൽമനാർ മാസികയും അതേപോലെ അത്തരം ചില ക്ഷുദ്രകൃതികൾ, അതിന്റെ ഉള്ളടക്കം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഹദീസ് നിഷേധം, മറ്റൊന്ന് മുഅ്ജിസത്ത് നിഷേധം. റഷീദ് റിളയുടെ ഒരാദർശത്തിന്റെ ആകത്തുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ, ഇസ്ലാമിന്റെ ഹദീസുകൾ, ഖുർആൻ എന്തുമാകട്ടെ, അത് ബുദ്ധിക്ക് നിരക്കുന്നതല്ലെങ്കിൽ, സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ലെങ്കിൽ, അതേപോലെ അത് ശാസ്ത്രീയ കണ്ടെത്തലുകൾക്ക് നിരക്കുന്നതല്ലെങ്കിൽ അതിനെ തള്ളിക്കളയണം എന്നതായിരുന്നു റഷീദ് റിളയുടെ ആശയങ്ങളുടെ ആകത്തുക. അതുകൊണ്ടാണ് ചരിത്രത്തിൽ ഇവർ അഖ്ലാനികൾ എന്നറിയപ്പെട്ടത്. മതനിയമങ്ങളെ ബുദ്ധിക്കൊപ്പിച്ച് വ്യാഖ്യാനിച്ച്, അങ്ങനെ ശാസ്ത്രത്തിനൊപ്പിച്ച് വ്യാഖ്യാനിച്ച്, അങ്ങനെ വക്രീകരിച്ച ഒരു മതത്തെ സൃഷ്ടിക്കുക എന്ന ദൗത്യമാണ് ഈജിപ്തിലും അതേപോലെ അതുമായി ബന്ധപ്പെട്ട മറ്റു പ്രദേശങ്ങളിലും ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു, റഷീദ് റിള തുടങ്ങിയ പാശ്ചാത്യ പ്രമത്തരായ പടിഞ്ഞാറൻ മോഹികളായ ഈ ആളുകൾ ചെയ്തുകൊണ്ടിരുന്നത്. അത്തരം ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ വിവരിക്കുന്ന ഈ പ്രസിദ്ധീകരണങ്ങള് ഒഴിഞ്ഞിരുന്ന് വായിച്ചു ആര്? KM മൗലവിയും. KM മൗലവി കൊടുങ്ങല്ലൂരിൽ എത്തുമ്പോ അവിടെ ഉണ്ടായിരുന്ന വക്കം മൗലവിയും. ഇവർക്ക് രണ്ടുപേർക്ക് ഒരു കുറവുണ്ടായിരുന്നു. വൈജ്ഞാനികമായ പ്രതിരോധ ശക്തി ഇല്ലായിരുന്നു. മറ്റേതെങ്കിലും ഒരു ആദർശം അല്ലെങ്കിൽ ഒരു പിഴച്ച ചിന്ത അത് പ്രസിദ്ധീകരിച്ച എഴുതിയ പുസ്തകങ്ങളോ പ്രബന്ധങ്ങളോ വായിക്കുമ്പോ അല്ലെങ്കിൽ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോ ഏതൊരു മനുഷ്യനും അതിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ വൈജ്ഞാനികമായ പ്രതിരോധ ശക്തി ഉണ്ടായിരിക്കണം. വൈജ്ഞാനികമായ പ്രതിരോധ ശക്തി കുറഞ്ഞ ഈ മൗലവിമാർ ഈജിപ്തിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട ഈ പ്രസിദ്ധീകരണങ്ങളിൽ കണ്ട ആശയങ്ങളൊക്കെയും ഇതാണ് ഇസ്ലാം എന്ന രൂപത്തിൽ വാരി വിഴുങ്ങാൻ വിധിക്കപ്പെട്ടു. അതിന്റെ ദുരന്തമാണ് യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിലെ മുസ്ലിമീങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ മുജാഹിദുകൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും അതിന്റെ ദുരന്തമാണ്. അതോടെ കേരളത്തിന്റെ നല്ല കാലം കഴിഞ്ഞു എന്ന് പറയാം. കേരളത്തിന്റെ എന്ന് പറഞ്ഞാൽ മുസ്ലിം കേരളത്തിന്റെ. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളും മമ്പുറം തങ്ങളും ഉമർ ഖാദിയും ആലി മുസ്ലിയാരും അങ്ങനെ തുടങ്ങിയ ആത്മീയ ആചാര്യന്മാരും പണ്ഡിതന്മാരും ഒക്കെ നേതൃത്വം നൽകിയിരുന്ന കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിരുന്ന സാഹോദര്യബോധം, ഐക്യബോധം, സ്നേഹം അതെല്ലാം ഇതോടെ തകർന്നു. ഒരു വീട്ടിൽ തന്നെ ചേരി രണ്ടായി.
ഒരു പ്രദേശത്ത് തന്നെ ജമാഅത്ത് രണ്ടായി, ബാങ്ക് രണ്ടായി, ഖുതുബ രണ്ടായി, എല്ലാം രണ്ടായി. മരണ വീട്ടിൽ സംഘർഷമായി, കല്യാണ വീട്ടിൽ പോലും സംഘർഷമായി, നാട്ടിലും കുടുംബത്തിലും ബഹളമായി. അങ്ങനെ മുസ്ലിം സമുദായത്തിന്റെ നല്ല കാലം അതോടെ കഴിഞ്ഞു. ഈ നിഷ്പക്ഷ സംഘം എന്തിനാണ് ഉണ്ടാക്കിയത് കൊടുങ്ങല്ലൂരിൽ? കൊടുങ്ങല്ലൂരിൽ അത് ഉണ്ടാക്കാൻ കാരണം, ഇവിടെ നിന്ന് യുദ്ധമുഖത്ത് നിന്ന് ഒളിച്ചോടി കൊടുങ്ങല്ലൂരിൽ എത്തിയ KM മൗലവിയെ സ്വീകരിച്ച മണപ്പാട്ട് തറവാട്. മണപ്പാട്ട് തറവാടും അന്ന് കൊടുങ്ങല്ലൂരിൽ അറിയപ്പെട്ട കുറെ സമ്പന്ന കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ഈ സമ്പന്ന കുടുംബങ്ങൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഇങ്ങനെ നടക്കുക പതിവാണ് ആ കാലത്ത്. അതെന്തിന്റെ പേരിൽ? ദീനിന്റെയോ മതത്തിന്റെയോ പേരിലല്ല, കുടുംബ മഹിമയുടെ പേരിൽ, തറവാട് മഹിമയുടെ പേരിൽ അവര് തമ്മിലുള്ള ചില സംഘർഷങ്ങൾ. KM മൗലവിക്ക് തോന്നി, ഈ സംഘർഷങ്ങൾ നീണ്ടു നിന്നാൽ എനിക്കിവിടെ സുഖമായി ജീവിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ രൂപപ്പെട്ട ഈജിപ്ഷ്യൻ ചിന്തകളുണ്ടല്ലോ, ആ ചിന്തകൾ പ്രചരിപ്പിക്കാൻ പറ്റിയ നല്ല കൈത്താങ്ങുകളാണ് കൊടുങ്ങല്ലൂരിലുള്ള സമ്പന്നന്മാർ എന്ന് KM മൗലവി മനസ്സിലാക്കിയിരുന്നു. പക്ഷെ അവർക്കിടയിലുള്ള അനൈക്യവും ഭിന്നതയും അത് തീർത്ത് അവരെ ഒന്നാക്കി നിർത്തി അവരെ കൂടി കൂട്ടിപ്പിടിച്ചുകൊണ്ട് മാത്രമേ കേരളത്തിൽ തന്റെ പുതിയ ആദർശങ്ങൾ പ്രചരിപ്പിക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയ KM മൗലവിയും വക്കം മൗലവിയും അവരുടെ നേതൃത്വത്തിൽ ഈ സമ്പന്നന്മാരെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി, അവരെ ഐക്യപ്പെടുത്തുന്നതിന് വേണ്ടി, അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കുന്നതിന് വേണ്ടി അവരുണ്ടാക്കിയ ഒരു സംഘമാണ് നിഷ്പക്ഷ സംഘം. ആ നിഷ്പക്ഷ സംഘം സമ്പന്നന്മാർക്ക് വേണ്ടി സംഘടിപ്പിച്ച സംഘമാണ്. ചുറ്റും സമ്പന്നന്മാർ, മുന്നിലും പിന്നിലും എല്ലാ സ്ഥലത്തും സമ്പന്നന്മാർ. അങ്ങനെ സമ്പന്നന്മാരാൽ വലയം ചെയ്യപ്പെട്ട രണ്ട് മൗലവിമാരായി തീർന്നു വക്കം മൗലവിയും അതേപോലെ KM മൗലവിയും. സ്വാഭാവികമായും അതിന്റെ പരിണിതി എന്തായി? സമ്പന്നന്മാർക്ക് പണ്ഡിതന്മാർ അല്ലെങ്കിൽ വിവരമുള്ളവർ വഴങ്ങിക്കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ദീനിന് അത് നഷ്ടമായിട്ടാണ് ഭവിക്കുക. സമ്പന്നന്റെ മുമ്പിൽ ദീന് നെഞ്ചു വിരിച്ച് പറയാൻ കഴിയുന്ന പണ്ഡിതന്മാരെയാണ് നമുക്ക് ആവശ്യം. ഇവിടെ സംഭവിച്ചത് മറിച്ച, സമ്പന്നന്മാർക്ക് ബാങ്ക് ഇടപാടുകൾ നടത്തണം, അവർക്ക് പണം അവിടെ നിക്ഷേപിക്കണം, അതിന് പലിശ വാങ്ങണം, അങ്ങനെ തുടങ്ങിയുള്ള പല കാര്യങ്ങളും ദീനീബോധമില്ലാത്ത, ഞാൻ സമ്പന്നന്മാര് എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, സമ്പന്നന്മാർ എന്ന് പറയുന്നത് മതബോധമില്ലാത്ത, എങ്ങനെയെങ്കിലുമൊക്കെ സമ്പാദിക്കണം, എങ്ങനെയെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കണം, അതിന് വഴി എന്തായാലും വിരോധമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ. സമ്പന്നന്മാരെ കുറ്റപ്പെടുത്തിയാൽ ഇസ്ലാം വിടൂല. കാരണം ഇസ്ലാം സമ്പാദിക്കാൻ വേണ്ടി പറഞ്ഞ മതമാണ്. എത്രയും സമ്പാദിക്കാം, പക്ഷെ അത് അള്ളാഹു അനുവദിച്ച മാർഗത്തിലായിരിക്കണം, അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായിരിക്കണം എന്ന നിബന്ധന മാത്രമേ സമ്പാദ്യത്തിന് ഇസ്ലാം പറഞ്ഞിട്ടുള്ളൂ. ഈ സമ്പന്നന്മാർ അങ്ങനെയായിരുന്നില്ല. ഏതായിരുന്നാലും ഞാൻ ചുരുക്കി സൂചിപ്പിക്കട്ടെ, ഈ സമ്പന്നന്മാർക്ക് വേണ്ടി പിന്നീട് എന്തും ചെയ്യാൻ KM മൗലവിയും കൂട്ടരും തയ്യാറായി. ഒരു കാര്യം ഞാൻ ഇടക്ക് പറയട്ടെ, അന്ന് മുജാഹിദ് പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് സമ്പന്നന്മാർക്കിടയിലായിരുന്നു, സമ്പന്നന്മാർക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ ഇന്നും കേരളത്തിലെ മുജാഹിദ് മൗലവിമാർ സമ്പന്നന്മാരോടൊപ്പം തന്നെയാണ്. നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിൽ എങ്ങനെയാണ് മുജാഹിദ് ഉണ്ടായത്? നമ്മുടെയൊക്കെ മഹല്ലുകളിൽ എങ്ങനെയാണ് മുജാഹിദ് പ്രസ്ഥാനം വളർന്ന് അതിന് കുറച്ച് ആളുകളും പ്രവർത്തകരും ഒക്കെ ഉണ്ടായത്? ഏത് രൂപത്തിലാ? എനിക്കറിയാം, എന്റെ പ്രദേശത്ത്, ഞങ്ങളുടെ പഞ്ചായത്തിൽ, ഗ്രാമത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, ഒരു പൊതുപ്രസംഗത്തിൽ അത് വേണ്ടല്ലോ, പല ഗ്രാമങ്ങളുണ്ട് സുന്നികൾക്ക് പള്ളിയില്ലാത്ത, ജുമുഅ ഇല്ലാത്ത, അറബിയിൽ ഖുത്ബ ഇല്ലാത്ത എത്രയോ പള്ളികൾ, എത്രയോ മഹല്ലുകൾ, എത്രയോ പ്രദേശങ്ങൾ. ആ പ്രദേശത്തിന്റെ ഒക്കെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്താനാവുക, ഇന്നും അന്നും അവിടെ ഒരു സമ്പന്ന കുടുംബം, ആ സമ്പന്ന കുടുംബത്തിന്റെ ആശ്രിതരായി കഴിയുന്ന കുറെ സാധു മനുഷ്യര്, ചിലപ്പോ അവരുടെ തൊഴിൽ സ്വീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ
സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ കഴിയുന്ന പാവപ്പെട്ട കുറെ ജനങ്ങൾ, ആ പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്ത് റമദാൻ വരുമ്പോൾ അവർക്ക് പത്തിരിക്ക് പൊടി കൊടുത്ത്, പെരുന്നാൾ വരുമ്പോൾ അവർക്ക് ഉദഹിയത്തിന്റെ മാംസം കൊടുത്ത്, അവർക്ക് വസ്ത്രം കൊടുത്ത്, അവർക്ക് വീട് വെക്കാൻ സഹായം ചെയ്തു കൊടുത്ത്, അവർക്ക് പെൺകുട്ടികളെ കെട്ടിക്കുന്നതിന് സഹായം ചെയ്തു കൊടുത്ത്, ഇങ്ങനെ ഒരു തരം ക്രൈസ്തവ മിഷനറിയുടെ മാതൃക സ്വീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായി കൊണ്ടാണ് കേരളത്തിന്റെ പല ഗ്രാമങ്ങളിലും മുജാഹിദ് വിഭാഗം വളർന്നു വന്നിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയും അങ്ങനെ തന്നെയാണ്. ഏതൊരു ഗ്രാമത്തിലും മുജാഹിദ് വളർന്നിട്ടുണ്ടോ, അവിടെ പള്ളിയുണ്ടോ മദ്രസയുണ്ടോ, അതിന്റെ പിന്നിൽ ഏതെങ്കിലും ഒരു സമ്പന്നന്റെ ചൂഷണം ഉണ്ടായിരിക്കും. അത് തുടക്കത്തിലും അങ്ങനെ തന്നെ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കേരളത്തിലെ മുജാഹിദ് മൗലവിമാരുടെ ഇടത്തും വലത്തും മുകളിലും താഴെ ഒക്കെ സമ്പന്നന്മാരാണ് എന്ന് മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഞാനത് കേൾപ്പിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തെ വിലയിരുത്തുന്നത് നിങ്ങൾ നോക്കൂ. നമ്മളോ ആധുനിക കാലഘട്ടത്തിലും മതസംഘടനകളോ അവരെ വലതുഭാഗത്ത് പണക്കാർ, ഇടതുഭാഗത്ത് പണക്കാർ, മുന്നിൽ പണക്കാർ, പിന്നിൽ പണക്കാർ, ചെല്ലുന്ന രാജ്യങ്ങളിൽ പണക്കാർ, ചുറ്റിലും പണക്കാർ, ചുറ്റിലും പണക്കാർ. പിന്നെയോ അറിവുള്ളവരോ ഇൽമുള്ളവരോ ദൂരെ അകലങ്ങളിൽ. അറിവുള്ളവർ ദൂരെയും അകലങ്ങളിലും, അദ്ദേഹത്തിന്റെ ചുറ്റും പണക്കാരാണ്. അറബി പണം സ്വീകരിച്ചുകൊണ്ട്, പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പണം സ്വീകരിച്ചുകൊണ്ട് പള്ളിയുള്ള സ്ഥലത്ത് തന്നെ പള്ളി ഉണ്ടാക്കി, മദ്രസയുള്ള സ്ഥലത്ത് തന്നെ മദ്രസ ഉണ്ടാക്കി, അങ്ങനെ മുസ്ലിം സമുദായത്തിലെ ഭിന്നിപ്പും ശൈഥില്യവും ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് കേരളത്തിലെ മുജാഹിദുകൾ അന്ന് മുതൽ ഇന്ന് വരെ സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ കൊട്ടിഘോഷിച്ചു കൊണ്ടിരിക്കുന്ന നവോത്ഥാനമുണ്ട്. ഞാൻ അതേക്കുറിച്ച് പിന്നീട് പറയാം. പക്ഷെ ഞാൻ തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. നവോത്ഥാനം എന്ന് പറയുന്നത് വീണിടത്ത് നിന്ന് എഴുന്നേൽപ്പിക്കലാണ്. കേരളത്തിലെ മുജാഹിദുകൾ എന്താ ചെയ്തത്? കേരളത്തിലെ മുജാഹിദുകൾ ചെയ്തത് മുസ്ലിം സമുദായം കഴിഞ്ഞ 10-13 നൂറ്റാണ്ടുകളായി ആചരിച്ചും അനുഷ്ഠിച്ചും വിശ്വസിച്ചും വന്നിരുന്ന കാര്യങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മതനശീകരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മതനശീകരണം. ഞാൻ 2 ദിവസം മുമ്പ് ഏതോ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, കെ എം മൗലവിയും കൂട്ടരും 1920കളിൽ രംഗത്ത് വന്നത് കേരളത്തിലെ മുസ്ലിമീങ്ങൾ മൊത്തം മുസ്ലിം അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതാണ് ഇപ്പോൾ ഒരു നവോത്ഥാന പ്രവർത്തനം. മുസ്ലിമീങ്ങളൊക്കെ മുസ്ലിമീങ്ങളല്ല എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ ജമാഅത്തെ ഇസ്ലാമി രംഗത്ത് വന്നപ്പോഴോ അവരും പറഞ്ഞത് ഞങ്ങൾ നവോത്ഥാനവാദികളാണ്, നവോത്ഥാനക്കാരാണ് എന്നാണ്. പക്ഷെ അവര് പറഞ്ഞത് എന്താ? മുജാഹിദ് മുസ്ലിം അല്ല എന്നാണ്. സുന്നികൾ മുസ്ലിം അല്ലെന്ന് നേരത്തെ മുജാഹിദ് പറഞ്ഞു. 1940 ജമാഅത്തെ ഇസ്ലാമി വന്നിട്ട് മുജാഹിദിനെ സംബന്ധിച്ച് പറഞ്ഞു നിങ്ങളും മുസ്ലിമീങ്ങളല്ല. കുറച്ചു കാലം കഴിഞ്ഞ് ചേകനൂർ മൗലവി വന്നപ്പോ അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് സുന്നിയും മുസ്ലിമല്ല, മുജാഹിദും മുസ്ലിമല്ല, ജമാഅത്ത് മുസ്ലിമല്ല, ഞാൻ മാത്രമാണ് മുസ്ലിം, ഞാനും എന്റെ പ്രസ്ഥാനവും മാത്രമേ മുസ്ലിം ഉള്ളൂ എന്നാണ്. അതാണ് സ്വർഗത്തെ കുറിച്ച് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് അർളുഹസ് സമാവാതു വൽ അർള് എന്ന. ആകാശലോകത്തിന്റെ വിശാലതന്റെ സ്വർഗത്തിന്, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിന് ആകാശ ഭൂമിയുടെ വിശാലതയുണ്ട് എന്ന് ഖുർആൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അത്രയും വലിയ ഒരു സ്വർഗം മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അള്ള പടച്ചു വെച്ചിട്ട് അതില് നോക്കുമ്പോ അതില് കടക്കാൻ ഒരു കുട്ടിനെയും കിട്ടിയില്ല. ആരുമില്ല. സുന്നി കാഫറാണ്, മുജാഹിദും കാഫറാണ്, ജമാഅത്തും കാഫറാണ്. പിന്നെ ആകെ സ്വർഗത്തിൽ ഇപ്പഞ്ഞി പോകാനുള്ള ചേകനൂർ മൗലവി മാത്ര. മൂപ്പരാണെ കാണാനുമില്ല. ഇത് നവോത്ഥാനത്തിന്റെ ഏറ്റവും വികൃതമായ, ഏറ്റവും വൈകല്യപൂർണമായ ഒരു മുഖമാണ്. ഞാനിവിടെ ചേകനൂർ മൗലവിയെ പ്രത്യേകം പരാമർശിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ ചില നിലപാടുകളെ നിങ്ങളോട് പറയാനാണ്. അദ്ദേഹം കേരളത്തിലൊരു എടുത്തു പറയാവുന്ന വ്യക്തി എന്ന നിലക്കല്ല. അദ്ദേഹത്തിന്റെ നിലപാടുകൾ കേരളത്തിലെ മുസ്ലിം സമുദായം മൊത്തവും തള്ളിക്കളഞ്ഞ നിലപാടുകളാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതേപോലെ അതിന് നേതൃത്വം നൽകിയ പണ്ഡിതന്മാരും ലോക മുസ്ലിമീങ്ങൾ ഒന്നാകെയും തള്ളിക്കളഞ്ഞ ആദർശമാണ് ചേകനൂർ പറഞ്ഞുകൊണ്ടിരുന്നത്. 5 നേരത്തെ നിസ്കാരം അത് മുസ്ലിമീങ്ങളുടെ ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് ആർക്കും അതിൽ തർക്കമില്ല. എന്നാൽ മുസ്ലിമീങ്ങൾ ഐക്യപ്പെട്ട 5 നേരത്തെ നിസ്കാരം എന്ന ആശയത്തിനെതിരെ
വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ചേകനൂർ മൗലവി പ്രവർത്തിച്ചത്. അദ്ദേഹം പറഞ്ഞത് നിസ്കാരം 3 വക്തേ ഉള്ളൂ എന്നാണ്, 3 നേരത്തെ നിസ്കാരം. ഞാൻ ചോദിച്ചത്, ഇത് നവോത്ഥാനമാണോ അതല്ല നശീകരണമാണോ? 5 നേരത്തെ നിസ്കാരം നിർവഹിക്കാൻ മടി കാട്ടുന്ന മുസ്ലിം സഹോദരങ്ങളെ, അവർ വീണുപോയവരാണ്. 5 നേരത്തെ നിസ്കാരം നിർവഹിക്കാൻ മടി കാണിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ ആത്മീയമായി ഇസ്ലാമികമായി വീണുപോയവരാണ്. ആ വീണുപോയവരെ ആ 5 നേരത്തെ നിസ്കാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വളർത്തിക്കൊണ്ട് വരിക എന്നതാണ് നവോത്ഥാനം. പക്ഷെ അതിന് പകരം ചേകനൂർ മൗലവി ചെയ്തത് 5 നേരത്തെ നിസ്കാരം നിർവഹിച്ചു കൊണ്ടിരുന്ന മുസ്ലിമീങ്ങളെ അത് നിർത്തി 3 നേരത്തെ നിസ്കാരത്തിലേക്ക്, അതായത് നശീകരണ പ്രവർത്തനത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കുക എന്ന പ്രവർത്തനമാണ് ചേകനൂർ മൗലവി ചെയ്തത്. അദ്ദേഹത്തിന്റെ തിരോധാനം സംഭവിക്കുന്നതിന് മുമ്പ് പലപ്പോഴും ഞങ്ങളുടെ ഭാഗത്തൊക്കെ പ്രസംഗിക്കാൻ വരും. ഞാൻ നേരിട്ട് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കേട്ടിട്ടുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ നിങ്ങൾക്കറിയാമല്ലോ, ആയിരക്കണക്കിന് 10,000കണക്കിന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാപണ്ഡിതനാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാണ്. എല്ലാവരും കച്ചവടത്തിന് പോയപ്പോ, എല്ലാവരും കൃഷിക്ക് വേണ്ടി പോയപ്പോ, എല്ലാവരും ഭൗതികമായ കാര്യങ്ങളും ദീനിയായ കാര്യങ്ങളും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ജീവിച്ചപ്പോ പാവം അബൂ ഹുറൈറ, ഞാൻ എന്റെ ഭക്ഷണത്തെ കുറിച്ച് ആലോചിച്ചില്ല, ഞാൻ എന്റെ വസ്ത്രത്തെ കുറിച്ച് ചിന്തിച്ചില്ല, ഞാൻ എന്റെ പാർപ്പിടത്തെ കുറിച്ച് ആലോചിച്ചില്ല, ഞാൻ അള്ളാന്റെ റസൂലിന്റെ കൂടെ തന്നെ നടന്നു. റസൂലുള്ളാഹി തങ്ങൾക്ക് ആരെങ്കിലും ഭക്ഷണം കൊണ്ട് കൊടുത്താൽ ആ ഭക്ഷണം റസൂലുള്ള കഴിച്ചതിന് ശേഷം വല്ലതും കിട്ടിയാൽ അത് ഞാനും കഴിക്കും. അങ്ങനെ ഞാൻ ജീവിച്ചു. അതുകൊണ്ടാണ് എനിക്ക് ഹദീസ് കിട്ടിയത്, ഞാൻ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് എന്ന് അബൂ ഹുറൈറ തങ്ങൾ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അൻ അബീ ഹുറൈറ എന്നില്ലാത്ത ഒരൊറ്റ ഹദീസിന്റെ കിതാബും കാണൂല. ഏത് ഹദീസിന്റെ ഗ്രന്ഥം എടുത്ത് പരിശോധിച്ചാലും അൻ അബീ ഹുറൈറ എന്ന് കാണാത്ത ഒരൊറ്റ ഹദീസിന്റെ ഗ്രന്ഥവും കാണുകയില്ല. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ചേകനൂർ മൗലവി പ്രസംഗിച്ചത് അദ്ദേഹം ജൂതനാണ് എന്നാണ്. ജൂതൻ. അബൂ ഹുറൈറയെ അദ്ദേഹം മരിച്ച സ്ഥലത്ത് നിന്ന്, അദ്ദേഹത്തെ കബറടക്കപ്പെട്ട സ്ഥലത്ത് നിന്ന്, ആ കബറടക്കപ്പെട്ട അദ്ദേഹത്തിന്റെ കുടിമാടം, അദ്ദേഹത്തിന്റെ ശവകുടീരം എനിക്ക് ലഭിക്കുകയാണെങ്കിൽ, ചേകനൂർ മൗലവി കാളികാവിൽ വെച്ച് പ്രസംഗിച്ചതാ, എനിക്ക് ലഭിക്കുകയാണെങ്കിൽ ചേകനൂർ അബൂ ഹുറൈറയുടെ ഊരയുടെ ഭാഗത്തുള്ള എല്ലെടുത്തിട്ട് ആ എല്ലുമ്മ ഞാൻ ചവിട്ടും എന്ന് പച്ച മലയാളത്തിൽ ചേകനൂർ മൗലവി കാളികാവിലെ മുസ്ലിം സഹോദരങ്ങളുടെ പൊതുയോഗത്തിൽ വെച്ച് അവരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പ്രസംഗിച്ചു. അബൂ ഹുറൈറ ജൂതനാണ്, അദ്ദേഹത്തെ ജീവനോടെ ഏതായാലും എനിക്ക് കിട്ടിയില്ല. ഇനി മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ കബറടക്കിയ അദ്ദേഹത്തിന്റെ കുഴിമാടം ഞാൻ കാണുകയാണെങ്കിൽ അത് മാന്തിയിട്ട് ആ ഊരയുടെ ഭാഗത്തുള്ള എല്ലെടുത്തിട്ട് ഞാൻ ചവിട്ടും എന്ന് പറഞ്ഞ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രിയപ്പെട്ട സ്വഹാബിയെ, സഹോദരങ്ങളെ അപമതിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്ത വ്യക്തിയാണ് ചേകനൂർ മൗലവി. കേരളത്തിലെ മുസ്ലിമീങ്ങൾ മൊത്തവും അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞു. പക്ഷെ ഒരു കാര്യം, കേരളത്തിലെ മുജാഹിദ് വിഭാഗം ഇപ്പോഴും അദ്ദേഹത്തെ നവോത്ഥാന നായകന്മാരുടെ പട്ടികയിലാണ് എണ്ണുന്നത്. കേട്ടോളൂ നിങ്ങൾ ബാലുശ്ശേരിയുടെ പ്രസംഗം. നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറഞ്ഞ് നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയ ആളുകൾ, അവരിൽ ISMന്റെ സ്റ്റേറ്റ് നേതാവ് എഴുതിയ ഒരു ലേഖനം, ചേകനൂർ മൗലവിയെ കുറിച്ചുള്ള ലേഖനം. നവോത്ഥാനത്തിന്റെ കണ്ണികളിലെ എണ്ണപ്പെടേണ്ട മഹൽ വ്യക്തിയായി ചേകന്നൂരിനെ മർക്കസുദ്ദാവ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മുജാഹിദുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. നവോത്ഥാനത്തിന്റെ നായകന്മാരായി, അതിന്റെ തൂവൽ പക്ഷികളിൽ പ്രമുഖനായി ചേകന്നൂർ മൗലവിയെ എണ്ണുന്നു മുജീബുർ റഹ്മാൻ കിനാലൂർ എന്ന് പറയുന്ന മടവൂരികളുടെ ISM സ്റ്റേറ്റ് നേതാവ്. ഏത് പ്രവാചകനെ നിന്ദിക്കുകയും തള്ളിക്കളയുകയും ഹദീസ് നിഷേധിയായി, പക്കാ ഹദീസ് നിഷേധിയായി ഇസ്ലാം എന്ന് പുറത്തുപോയ ചേകന്നൂർ മൗലവിയെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ പാതയിലെ കണ്ണിയായി മടവൂരികളുടെ ISMന്റെ സ്റ്റേറ്റ് നേതാവ് മുജീബുർ റഹ്മാൻ എണ്ണിയിരിക്കുന്നു. നമുക്കൊരു സൗഭാഗ്യമുണ്ട്, ഒരു നല്ല അവസരം. എന്താ? ഇതൊക്കെ നമ്മൾ പറയേണ്ടത് മുജാഹിദുകൾ തന്നെ പറയുന്നു എന്നതാണ് ഇപ്പോൾ ഒരു സുഖം. 10 വർഷം മുമ്പ് 2ആയി പിളർന്ന മുജാഹിദുകൾ, ആ 2 പിളർപ്പിലെ ഒരു പിളർപ്പാണ് മടവൂർ വിഭാഗം, മർക്കസുദ്ദാവ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മടവൂർ വിഭാഗം. ആ വിഭാഗത്തിന് ഇപ്പോഴും ചേകനൂർ മൗലവി നവോത്ഥാന നായകനാണ്. അപ്പോ ഇതാണ് നവോത്ഥാനത്തിന്റെ ഒരു കോലം.
5 വക്തുള്ള നിസ്കാരം 3 വക്താക്കുക, അതൊരു നവോത്ഥാനാണ്. 20 റക്കായത്തുള്ള തറാവീഹ് 8 റക്കായത്താക്കുക, പിന്നെ 11 ആക്കുക, പിന്നെ വട്ടപൂജ്യമാക്കുക, അതൊരു നവോത്ഥാനമാണ്. എന്താ ഇപ്പൊ സംഭവിച്ചത്? വീണ് പോയടത്തുനിന്ന് എഴുന്നേൽപ്പിക്കലാണോ അതല്ല വീണടത്ത് ഇട്ടിട്ട് ഒരു ചവിട്ടുകൂടി കൊടുക്കലാണോ? എന്താ ഉണ്ടായത്? നവോത്ഥാനം എന്ന് പറയുന്നത് വീണടത്ത് നിന്ന് എഴുന്നേൽപ്പിക്കലാണെങ്കിൽ എന്താണ് ഇപ്പൊ സംഭവിച്ചത്? മുസ്ലിം സമുദായം വീണുപോയ സ്ഥലത്ത് കിടത്തിയിട്ട് അവിടെ ഇട്ടൊരു ചവിട്ടും കൂടി കൊടുക്കുന്ന രീതിയാണ് കേരളത്തിലെ മുജാഹിദുകൾ സ്വീകരിച്ചത്. ഈ നവോത്ഥാനം ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു എന്നുകൂടി നിങ്ങൾ കേട്ടോളൂ. ആ നവോത്ഥാനം ഇപ്പൊ വർത്തമാന കാലഘട്ടത്തിൽ എവിടെ അത് എത്തി നിൽക്കുന്നു എന്നുകൂടി പറഞ്ഞാൽ, അതിന്റെ തുടക്കം ഞാൻ പറഞ്ഞു പണക്കാർക്ക് വേണ്ടിയായിരുന്നു. ഇടത്തും പണക്കാര്, വലത്തും പണക്കാര്, മുന്നിലും പണക്കാര്, പിന്നിലും പണക്കാര്, അങ്ങനെ പണക്കാര് സൃഷ്ടിച്ച ഒരു വലയത്തിനുള്ളിൽ, അവരുടെ നിയന്ത്രണത്തിനുള്ളിൽ പറയാനാകുന്നത് മാത്രം പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ മുജാഹിദുകൾ അവരുടെ പ്രവർത്തനം ആരംഭിച്ചത്. അതിന്റെ ഒരു രീതിശാസ്ത്രം നേരത്തെ വിവരിച്ചു. എന്നാൽ അത് ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു എന്നുകൂടി പറഞ്ഞാൽ അതിന്റെ ഇടയിലുള്ളത് പിന്നെ എനിക്ക് വിശദീകരിച്ചാൽ മതിയല്ലോ. അത് കേട്ടോളൂ. ലോകത്തുടനീളമുള്ള സലഫി പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞുള്ള ഗ്രന്ഥങ്ങളില്ലേ, അതങ്ങ് വായിച്ചിട്ടും അത് നമ്മളെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ പോരെ? ഈ കണ്ട കാലം വരെ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നമ്മുടെ പ്രബോധകന്മാരെയും നമ്മുടെ ഖത്തീബ്മാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് മക്കളെ ഇത് പറയണം ഇത് പറയണം, അപ്പൊ ഇങ്ങനെ ഓടി കതച്ച് നടക്കുക വിശദീകരണം എന്നും പറഞ്ഞു. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരൊറ്റ ആഴ്ച അല്ലെങ്കിൽ 3-4 തവണയായിട്ട് പ്രബോധകന്മാരെയും ഖത്തീബ്മാരെയും വിളിച്ചിട്ട് ഇതിലെന്തൊക്കെ ജനങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട് അതാണ് പറഞ്ഞു കൊടുക്കുക. ഇതിന് ഖുറാഫാത്ത് ഏതൊക്കെയാണ് അതാണ് പറഞ്ഞു കൊടുക്കുക. ലോകാടിസ്ഥാന സലഫികളുടെ ഗ്രന്ഥങ്ങളില്ലേ, ഇത് അക്കലാനികളെയും തൃപ്തിപ്പെടുത്തണം. അതായത് ബുദ്ധിക്ക് യോജിച്ചതേ എടുക്കുള്ളൂ എന്ന് പറയുന്ന മടവൂരി ലൈനിലുള്ള കുറെ എണ്ണം ഈ കോക്കസിന്റെ കൂടെ KNM അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അവരെയും തൃപ്തിപ്പെടുത്തണം. പൊതുസമൂഹത്തിൽ ഞങ്ങൾ ചിഹ്നിന്റെ നാളല്ലോ, ഞങ്ങൾ ശൈത്താൻ നാളല്ല, ഞങ്ങൾ പുരോഗമന പ്രസ്ഥാനത്തിന് നവോത്ഥാനത്തിന്റെ അധികാര കസേരയിരിക്കുന്ന മഹാന്മാരാണ് എന്ന് വരുത്തും വേണം. ഒക്കെ കൂടി നടക്കോ? അങ്ങാടി കൂടി പോവും വേണം, ആനപ്പുറത്താവും വേണം, ആരും കാണുകയും ചെയ്യരുത്. അത് പറ്റൂല. ഒന്നുകിൽ നിങ്ങൾ സലഫിയാകുക, എന്നിട്ട് ഹദീസിൽ വന്നതൊക്കെ സ്വീകരിക്കുക. റസൂലുള്ളാഹിന്റെ ഹദീസ് സലഫി സമൂഹം ലോകാടിസ്ഥാനത്തിൽ സ്വീകരിക്കുന്ന സ്വീകരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അഖലാനിയായി, പച്ച മടവൂരിയായി, മുഅ്തസിലിയായി സലാസുല്ലമിന്റെ ഗ്രൂപ്പിലേക്ക് പോവുക. രണ്ടും കൂടി നടക്കൂല. രണ്ടും കൂടി നടക്കൂല. ഇതാണിപ്പോ സക്കരിയ സലാഹി ആഹ്വാനം ചെയ്യുന്നത് കേരളത്തിലെ മുജാഹിദിന്റെ ഔദ്യോഗിക വിഭാഗത്തോടാണ്. അദ്ദേഹം പറയുന്നത് നിങ്ങൾ സലഫികളാകണം എന്നാണ്. സലഫികളാകണം എന്ന് പറഞ്ഞാൽ വഹാബികളാകണം എന്നർത്ഥം. ഈ സലഫി എന്ന് കേൾക്കുമ്പോ തെറ്റിദ്ധരിച്ചു പോകരുത് കേട്ടോ. സലഫും ഇവരും തമ്മിൽ ഒരു ബന്ധമല്ല. അത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സലഫ് എന്ന് പറയുന്നത് ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് റസൂലുള്ള വിവരിച്ച ഉത്തമ നൂറ്റാണ്ടുകളിൽ ജീവിച്ച മഹാന്മാരാ. അവരാണ് സലഫ്. അവരുടെ മാർഗം പിന്തുടരുന്നവരെ വേണമെങ്കിൽ സലഫികൾ എന്ന് വിളിക്കാം. പക്ഷേ ഇവർ അവരുടെ മാർഗം പിന്തുടർന്നവരല്ല. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, സ്വഹാബത്ത് കേരളത്തിലെ മുസ്ലിയാക്കന്മാര് പറയുന്നത് ദീനിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബത്ത് പറയുന്നതും ദീനിൽ തെളിവല്ല എന്ന് പറഞ്ഞ് സ്വഹാബത്തിനെ ഒന്നടങ്കം തള്ളിക്കളഞ്ഞവരാണ് കേരളത്തിലെ മുജാഹിദുകൾ. ഇവരെങ്ങനെ സലഫികളാകാം? സലഫികളാകണമെങ്കിൽ സ്വഹാബത്തിനെ സ്വീകരിക്കണ്ടേ? അവരല്ലേ യഥാർത്ഥ സലഫികൾ. അവരെ തള്ളിക്കളഞ്ഞവരാണ് കേരളത്തിലെ മുജാഹിദുകൾ. എന്ന് മാത്രമല്ല, ആ സലഫികൾ ചെയ്ത പ്രവർത്തനങ്ങളെ ഒക്കെയും ധിക്കാരപൂർവ്വം തള്ളിക്കളഞ്ഞവരാണ് മുജാഹിദുകൾ. ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ 1-2 ഉദാഹരണങ്ങൾ ഞാൻ പിന്നീട് പറയാം. അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ, ദീനിന്റെ ഭാഗമായി സ്വഹാബത്ത് ലോകത്തും കേരളത്തിലും നടപ്പാക്കിയ എന്തൊക്കെ ആചാരങ്ങളുണ്ടോ അനുഷ്ഠാനങ്ങളുണ്ടോ അതൊക്കെയും പുറംകാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ചവരാണ് കേരളത്തിലെ മുജാഹിദുകൾ. ഇവരാണിപ്പോ സലഫികൾ എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നത്. അതിന് ഒരു പേരും ഉദാഹരണവും ഒക്കെ പറയാനുണ്ട്. പക്ഷെ ഇപ്പോ ഞാനത് മാറ്റിവെക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. ഏതായിരുന്നാലും ഈ ഐക്യം, അതായത് കൊടുങ്ങല്ലൂരിലെ മുസ്ലിം തറവാടുകൾക്കിടയിൽ ഐക്യവും സൗഹൃദവും ഉണ്ടാക്കുന്നതിനാണല്ലോ നിഷ്പക്ഷ സംഘം ഉണ്ടാക്കിയത്. ആ നിഷ്പക്ഷ സംഘം ലക്ഷ്യം നേടിയോ? നമുക്ക് അവിടുന്ന് തുടങ്ങാം. ആ നിഷ്പക്ഷ സംഘം ലക്ഷ്യം നേടിയോ? ലക്ഷ്യം നേടിയില്ലെന്ന് അതിന്റെ സ്ഥാപകൻ KM മൗലവിയുടെ ആത്മകഥയിൽ അദ്ദേഹത്തിന്റെ ചരിത്രം എഴുതിയ KM മൗലവി എന്ന പുസ്തകത്തിൽ തന്നെ
രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത് കെ എം മൗലവിയാണ്. ഇപ്പോഴത്തെ മൗലവിമാരെ കണ്ടാൽ കെ എം മൗലവിയുടെ ബാഹ്യമായ അദ്ദേഹത്തിന്റെ വേഷഭൂഷാദികളെ കുറിച്ച് ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. ഞാൻ പിന്നീട് വായിച്ചു കേൾപ്പിക്കാം. ഇപ്പോ ഉള്ള മൗലവിമാരും ഇതിന്റെ സ്ഥാപകനായ കെ എം മൗലവിയും തമ്മിൽ എന്തുമാത്രം ബന്ധമുണ്ട് എന്ന് അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഏതായിരുന്നാലും ഈ നിഷ്പക്ഷ സംഘത്തെ കുറിച്ച് ഈ പുസ്തകം എഴുതിയ കെ മുഹമ്മദ് അബ്ദുൽ കരീം ചരിത്രകാരനാണ്, കേരളത്തിൽ അറിയപ്പെട്ട ചരിത്രകാരനാണ്. അദ്ദേഹമാണ് ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഉപരി സൂചിതമായ കൊടുങ്ങല്ലൂരിലെ മുസ്ലിം ഗോത്ര ഭിന്നിപ്പ് അവസാനിപ്പിക്കാൻ നിഷ്പക്ഷ സംഘത്തിന് സാധിച്ചില്ല. ഏതാനും മുസ്ലിം സമ്പന്ന കുടുംബങ്ങൾ തമ്മിലുള്ള ഭിന്നിപ്പ്, ആ ഭിന്നിപ്പ് തീർക്കാൻ വേണ്ടിയാണ് നിഷ്പക്ഷ സംഘം ഉണ്ടാക്കിയത്. പക്ഷേ ആ ഭിന്നിപ്പ് അവസാനിപ്പിക്കുവാൻ ഈ നിഷ്പക്ഷ സംഘത്തിന് സാധിച്ചില്ല എന്ന് കെ എം മൗലവി എന്ന പുസ്തകത്തിൽ 143 പേജിൽ പറയുന്നു. അതായത് ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ ഈ സംഘടന രൂപീകരിച്ചതെങ്കിൽ ആ ലക്ഷ്യം നേടാൻ അതിന് കഴിഞ്ഞില്ല. കഴിയാതിരിക്കുമ്പോ സ്വാഭാവികമായും പിന്നെ എന്താ വേണ്ടത്? ഇത് മടക്കി വെച്ച് വീട്ടിലിരിക്കുക വേണ്ടത്, മടക്കി വെച്ച് വീട്ടിലിരിക്കാണ് വേണ്ടത്. പക്ഷെ കെ എം മൗലവിയുടെ ലക്ഷ്യം ഐക്യമായിരുന്നില്ല. കെ എം മൗലവിയുടെ ലക്ഷ്യം സ്നേഹവും സൗഹൃദവും മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടാക്കുക എന്നതുമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ലക്ഷ്യം മറ്റു ചില കാര്യങ്ങളായിരുന്നു. അതിന് ഈ ലക്ഷ്യം പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം പിന്നെ ചെയ്തത് നിഷ്പക്ഷ സംഘത്തെ മറ്റൊരു സംഘമായി പരിവർത്തിപ്പിച്ചു. അതായത് മുസ്ലിം ഐക്യ സംഘം. കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പൂർവ്വ പിതാവാണ് മുസ്ലിം ഐക്യ സംഘം. ഈ മുസ്ലിം ഐക്യ സംഘം നവോത്ഥാന പ്രസ്ഥാനം എന്ന പേരിലാണ് ഇപ്പൊ പരിചയപ്പെടുത്തുന്നത്. മുസ്ലിമീങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുത്തത്, അവർക്ക് സാമ്പത്തിക പുരോഗതി കൊടുത്തത്, അവർക്ക് ചില പ്രസംഗകന്മാർ അവകാശപ്പെടുന്നത് മുസ്ലിം സ്ത്രീകളെ പാവാട ഉടുപ്പിച്ചത്, മുസ്ലിം പുരുഷന്മാരെ അടിവസ്ത്രം ധരിപ്പിച്ചത്, അങ്ങനെ തുടങ്ങി ഒരുപാട് അവകാശവാദങ്ങളുണ്ട്. അതൊക്കെ ചെയ്തത് ആരാണ്? ഈ മുസ്ലിം ഐക്യ സംഘമാണ് എന്നാണ്. മുസ്ലിം ഐക്യ സംഘത്തിന്റെ ചരിത്രം കെ എം മൗലവിയുടെ ഈ ചരിത്ര പുസ്തകത്തിൽ വിശദമായി തന്നെ പറയുന്നുണ്ട്. അവർ ചെയ്ത കാര്യങ്ങൾ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, മുസ്ലിം സമുദായത്തെ വിദ്യാഭ്യാസപരമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഗവൺമെന്റ് ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ സമ്മേളനങ്ങളിലൊക്കെ കുറെ പ്രമേയം പാസാക്കി. അതിപ്പോ ആർക്കും സാധിക്കും. 10 ആള് കൂടിയിട്ട് വെള്ളക്കടലാസ് എടുക്കുക, പ്രമേയം എടുക്കുക, എഴുതുക, പാസാക്കുക, അത് ആർക്കും സാധിക്കുന്ന കാര്യമാണ്. ആ കാലഘട്ടത്തില് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തനം ആരംഭിച്ച ക്രൈസ്തവ സഭകൾ, അതേപോലെ നായർ സമുദായം, അതുപോലെ ഈഴവ സമുദായം, അവരൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ മുന്നോട്ട് പോയി. ക്രൈസ്തവ സമുദായത്തിന് കേരളത്തിൽ വളരെ വിദ്യാഭ്യാസ സംരംഭങ്ങൾ വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു. വളരെ പ്രൊഫഷണൽ കോളേജുകളും സ്ഥാപനങ്ങളും ഉണ്ടാക്കിക്കൊണ്ടുവരാൻ സാധിച്ചു. നായർ സമുദായത്തിന് അവരുടെ സമുദായത്തെ നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചു. ഈഴവ സമുദായത്തിന് അവരുടെ സമുദായത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചു. പക്ഷെ ആ കാലഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഐക്യസംഘത്തിനോ, ഐക്യസംഘം പിന്നീട് പരിണമിച്ചുണ്ടായ KNM-നോ, മുജാഹിദ് പ്രസ്ഥാനത്തിനോ കേരളത്തിൽ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഒന്നും. ഒരു കോളേജ് ഉണ്ടോ? അറബി കോളേജ് ഉണ്ട്. അറബി കോളേജ് അത് കേരളത്തിലെ മുജാഹിദ് പള്ളികളിൽ ഖുത്ബ പറയാൻ വേണ്ടി മൗലവിമാരെ സൃഷ്ടിക്കുന്ന ചില അറബി കോളേജുകളുണ്ട് എന്നതൊഴിച്ചാൽ ഈ സമുദായത്തിന്റെ വിദ്യാഭ്യാസ നവോത്ഥാനം യാഥാർത്ഥ്യമാക്കുന്നതിനാവശ്യമായ പ്രൊഫഷണൽ സംവിധാനങ്ങളോ വിദ്യാഭ്യാസ സംരംഭങ്ങളോ മെഡിക്കൽ കോളേജുകളോ എഞ്ചിനീയറിംഗ് കോളേജുകളോ ഒന്നും സൃഷ്ടിച്ചെടുക്കുവാൻ കേരളത്തിലെ മുജാഹിദ് വിഭാഗത്തിന്റെ പൂർവ്വപിതാക്കന്മാരായ ഐക്യസംഘത്തിന് സാധിച്ചിട്ടില്ല. തൃശ്ശൂരിൽ എവിടെയോ 8 ഏക്കർ സ്ഥലം വാങ്ങിയിരുന്നു. ആ 8 ഏക്കർ അപ്പൊ ആരെടുത്താന്നും അറിയില്ല, അവര് അതിലെന്താ ഉള്ളതെന്നും അറിയില്ല. ഒരു കോളേജ് ഉണ്ടാക്കാൻ ഐക്യസംഘത്തിന് വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു. ദൗർഭാഗ്യവശാൽ അത് സാധിച്ചില്ല എന്നാണ് KM മൗലവിയുടെ ഈ പുസ്തകത്തിൽ KK മുഹമ്മദ് അബ്ദുൽ കരീം പറയുന്നത്. ആ 8 ഏക്കർ അപ്പോ അന്യാധീനപ്പെട്ടു പോയി.
അങ്ങനെ അന്യാധീനപ്പെട്ടു പോയ 8 ഏക്കർ ഒഴിച്ചാൽ കേരളത്തിൽ തെക്കൻ കേരളങ്ങളിലൊക്കെ പോയി നോക്കിയാൽ ക്രൈസ്തവ കോളേജുകളും അതേപോലെ മറ്റ് വിദ്യാഭ്യാസ സംരംഭങ്ങളും മറ്റ് സമുദായങ്ങളുടേത് കണ്ടാൽ സഹോദരങ്ങളെ, അവരുടെ നവോത്ഥാന പ്രവർത്തനങ്ങളും അവരുടെ മുന്നേറ്റ പ്രവർത്തനങ്ങളും ഒക്കെ വിജയിച്ചു. എന്നാൽ നമ്മുടെ മുന്നേറ്റ പ്രവർത്തനങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ആളുകൾ ഇവരുടെ ഉള്ളിലുള്ള ലക്ഷ്യം മറ്റൊന്നായിരുന്നു. അതെന്താ? അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ആദ്യത്തെ ലക്ഷ്യം എന്തായിരുന്നു? ആദ്യത്തെ ലക്ഷ്യം മുസ്ലിം സമുദായത്തിലെ പണക്കാർക്ക് കുഴലൂതുക. ഇത് ഞാൻ പറയുമ്പോൾ സമ്പന്നന്മാരായ ആളുകളെ കുറ്റപ്പെടുത്താനാണെന്ന് കരുതരുത്. ഞാൻ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട്, ഇനി അത് ആവർത്തിക്കേണ്ടതില്ല. വഴിവിട്ട സമ്പാദ്യം, ആ വഴിവിട്ട സമ്പാദ്യത്തിന് കുഴലൂതുക എന്നതായിരുന്നു ഐക്യസംഘം നിർവഹിച്ച പ്രധാന ദൗത്യം. അതിനുവേണ്ടി എന്ത് ചെയ്തു എന്നറിയാമോ? KM മൗലവിയുടെ നേതൃത്വത്തിൽ മൗലവിമാര് യോഗം കൂടി ഒരു ബാങ്ക് സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഐക്യസംഘം ചെയ്ത ഏറ്റവും വലിയ പ്രവർത്തനം അതാ, ഒരു ബാങ്ക്. എന്താ ബാങ്ക്? മുസ്ലിം ബാങ്ക്. മുസ്ലിം ബാങ്ക് സ്ഥാപിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു. അതിനുവേണ്ടി ഒരു സംഘം രൂപീകരിച്ചു. അന്ന് കോൺഗ്രസിന്റെ നേതാവായിരുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ പത്രാധിപത്യത്തിൽ നടന്നിരുന്ന അൽ അമീൻ എന്ന് പറയുന്ന പത്രം, ആ പത്രത്തിലൂടെയും മറ്റും മൗലവിമാര് മുന്നോട്ട് വെച്ച ഈ മുസ്ലിം ബാങ്ക് എന്ന ആശയത്തിനെതിരെ ലേഖനങ്ങളും പ്രബന്ധങ്ങളും പ്രസംഗങ്ങളും ഒക്കെ നടത്തി. എന്തായിരുന്നു KM മൗലവി മുന്നോട്ട് വെച്ച ആശയം? മുസ്ലിം സമുദായത്തിന് പലിശ വാങ്ങാനുള്ള ഒരു തന്ത്രം പറഞ്ഞു കൊടുക്കണം. ഹീലത്തുർ റിബ എന്ന പേരിലാണ് അത് അറിയപ്പെട്ടത്. ഹീലത്തുർ റിബ എന്ന് പറഞ്ഞാൽ പലിശ തന്ത്രം, പലിശ വാങ്ങാനുള്ള ഒരു തന്ത്രം. അപ്പൊ ബാങ്കിൽ പണം നിക്ഷേപിച്ച് അതിന്റെ പലിശ വാങ്ങി സുഖമായി ജീവിക്കാനുള്ള സാഹചര്യം കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് സൃഷ്ടിച്ചു കൊടുക്കുക എന്നതായിരുന്നു അവരുടെ സാമ്പത്തിക പുരോഗതിയുടെ മാനദണ്ഡമായി KM മൗലവിയും കൂട്ടരും കണ്ടത്. അർ റിസാലത്തു ഫിൽ ബങ്ക് എന്ന പേരിൽ അദ്ദേഹം അറബി മലയാളത്തിൽ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ ബാങ്ക് പലിശ വാങ്ങുന്നതിന് വിരോധമില്ല എന്ന പേരിൽ എന്ന രൂപത്തിൽ അദ്ദേഹം ലേഖനം എഴുതി. അവരിൽ നിന്ന് ബാങ്കിലേക്ക് ഷെയർ വാങ്ങിയത്. ഒരു ഷെയർ എല്ലാവരും കൊടുത്തു. രണ്ടാമത്തെ ഷെയറിന് വേണ്ടി KM മൗലവി ചെന്നപ്പോ നമ്മുടെ തിരൂര് ഭാഗത്തൊക്കെയുള്ള ചില പണക്കാർ പറഞ്ഞു, ആദ്യം തന്ന ഷെയർ ഇങ്ങോട്ട് തരും വേണ്ട, രണ്ടാമത്തെ ഷെയറിന് ഇങ്ങോട്ട് വരും വേണ്ട. അതേ വാക്ക്, അതേ വാചകം ചരിത്രകാരനായ മുഹമ്മദ് അബ്ദുൽ കരീം ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ എല്ലാം വായിച്ചു കേൾപ്പിക്കുന്നില്ല, സമയം നമുക്ക് നഷ്ടപ്പെടും. അങ്ങനെ പണ്ഡിതന്മാർ ഐക്യസംഘം എന്ന ഓമന പേരിൽ, നിഷ്പക്ഷ സംഘം എന്ന ഓമന പേരിൽ മൗലവിമാർ ആരംഭിച്ച ഈ സംഘം ഇസ്ലാമിനെതിരെ നീങ്ങുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഈ ഐക്യസംഘത്തിനെതിരെ ഗ്രന്ഥങ്ങൾ രചിക്കുകയും ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുകയും പ്രസംഗങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. അതാ മുസ്ലിമീങ്ങൾക്ക് എപ്പോഴും ഒരു ഗുണമുണ്ട്. അതെന്താ? അള്ളാന്റെ ദീന് പറഞ്ഞ് ആലിമീങ്ങൾ രംഗത്തിറങ്ങിയാൽ അതിന്റെ ഒപ്പേ മുസ്ലിങ്ങൾ നിൽക്കൂ. അതാ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, എല്ലാ കൊട്ടും കൊരവി എടുത്ത് എല്ലാ പണക്കാരുടെ പിന്തുണ ഉണ്ടായി 19 കൊല്ലക്കാലം മുജാഹിദ് പ്രവർത്തിച്ചിട്ട് എവിടെ എത്തിയത്? ഒരു പന്തലിന്റെ ഉള്ളിക്ക് കണക്ക, ഒരു ഓലപ്പന്തലിന്റെ ഉള്ളിക്ക് കണക്ക. അതിന്റെ അപ്പുറമുണ്ടോ? ഒരു ഓലപ്പന്തൽ ഇങ്ങനെ ഇട്ടാൽ അതിന്റെ അപ്പുറത്തുമില്ല അപ്പുറത്തുമില്ല. എന്താ കാരണം? മുസ്ലിം പണ്ഡിതന്മാർ അള്ളാന്റെ ദീന് ഇതാണ് മക്കളെ എന്നാണ് പറഞ്ഞു കൊടുത്തപ്പോ അത് മുസ്ലിം സമുദായം സ്വീകരിച്ചു. പലിശ ഹറാമാണ്. ബാങ്കിൽ നിന്ന് പലിശ വാങ്ങി നിങ്ങൾ ഹലാലായ രൂപത്തിൽ സമ്പാദിച്ച സ്വത്ത് അത് നിങ്ങൾ നശിപ്പിക്കരുത് എന്ന് മുസ്ലിം പണ്ഡിതന്മാരാണ് പറഞ്ഞപ്പോ KM മൗലവിയോടും കൂട്ടരോടും നമ്മുടെ പണക്കാർ പറഞ്ഞു, ഒരു ഷെയർ ഏതായാലും തന്നില്ലേ, അത് ഇങ്ങോട്ട് തരണ്ട, ഇനി രണ്ടാമത്തെ ഷെയറിന് വരും വേണ്ട. അങ്ങനെ ഏത് പൊളിഞ്ഞു? ബാങ്ക് പൊളിഞ്ഞു. KM മൗലവി ഉണ്ടാക്കിയ ബാങ്ക് പൊളിഞ്ഞു. ആ ബാങ്ക് പൊളിഞ്ഞതോടെ പല പണക്കാർക്കും പണം അങ്ങോട്ട് കൊടുക്കാനായി, അങ്ങോട്ട് പൈസ കൊടുക്കാനായി. അത് കൊടുക്കാനുണ്ട് ഈ സാധുവിന്റെ അടുത്ത് ഒന്നുമില്ല.
അവസാനം ഐക്യസംഘം പിരിച്ചുവിട്ട് അത് തലശ്ശേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന മുസ്ലിം മജ്ലിസ് എന്ന സംഘടനയിൽ ലയിച്ചു. മുസ്ലിം മജ്ലിസ് എന്ന 4 ആള് കൂടി ഉണ്ടാക്കിയ ഒരു സംഘടനയായിരുന്നു. ആ സംഘടനയിൽ പോയിട്ട് ഇത് ലയിച്ചു. കാരണം എങ്ങനെയും തടിയെടുക്കണല്ലോ. തടിയെടുക്കാൻ വേണ്ടി മുസ്ലിം മജ്ലിസ് എന്ന പേരിൽ തലശ്ശേരി കേന്ദ്രീകരിച്ചുള്ള ഒരു സംഘത്തിൽ ഒരു കമ്മിറ്റിയിൽ ലയിച്ചു. മുസ്ലിം മജ്ലിസ് എന്ന സംഘടന പിന്നീട് മുസ്ലിം ലീഗിൽ ജയിച്ചു. നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനമായ മുസ്ലിം ലീഗില് മുസ്ലിം മജ്ലിസും ലയിച്ചു. അതാണ് അതിന്റെ ഒരു ചരിത്രം. നിഷ്പക്ഷ സംഘം ലയിച്ചു എവിടെ? ഐക്യസംഘത്തില്, മുസ്ലിം ഐക്യസംഘത്തില്. മുസ്ലിം ഐക്യസംഘം ലയിച്ചു എവിടെ? മുസ്ലിം മജ്ലിസില്. മുസ്ലിം മജ്ലിസ് ലയിച്ചു എവിടെ? മുസ്ലിം ലീഗില്. അതിന്റെ കേടൊക്കെ ഇപ്പൊ മുസ്ലിം ലീഗിനുണ്ട് കേട്ടോ കുറച്ച്. അപ്പോ സുഹൃത്തുക്കളെ, ഇനി നിങ്ങൾ നോക്കൂ, ഈ വിഷയം നമ്മുടെ നിഷ്പക്ഷ സംഘത്തിൽ ലയിച്ച് അതേപോലെ അപ്പുറത്തായി ഇതെല്ലാം കേരള മുസ്ലിം ഐക്യസംഘം തകർന്ന് അത് നിഷ്പക്ഷ സംഘം, അത് പിന്നീട് മുസ്ലിം മജ്ലിസായി, പിന്നെ മറ്റൊരു ഒക്കെ പൊളിഞ്ഞ് പാപ്പറായി. അതിനുശേഷമാണ് പിന്നീട് കേരള നദ്വത്തുൽ മുജാഹിദീൻ വരുന്നത്. എത്ര പേരാ! കാരണം ഇതിന്റെ ഒക്കെ പിന്നിൽ ഗൂഢമായ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ താല്പര്യങ്ങളുടെ സംരക്ഷണം മാത്രമായിരുന്നു കെ എം മൗലവിയുടെയും വക്കം മൗലവിയുടെയും ഒക്കെ താല്പര്യം, ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി പിന്നീട് കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന പേരിൽ പിന്നീട് സംഘടന രൂപീകരിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സലഫികൾ എന്നാണ് ഇവരെ പേര്, ഇവര് സ്വയം പറയാറുള്ളതെന്ന്. ഈ നദ്വത്ത് എന്ന പേര് ഇവർ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചപ്പോ കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാരും അതേപോലെ SYSന്റെയും SSFന്റെയും ഒക്കെ പ്രവർത്തകന്മാരും ഇക്കാലം വരെ, വളരെ അടുത്ത കാലം വരെ നമ്മുടെ പ്രഭാഷകരൊക്കെ പറഞ്ഞു, നിങ്ങൾ പേര് ഇതുവരെയിട്ട പേരൊക്കെ തിരക്കടില്ല, നിഷ്പക്ഷ സംഘം, ഐക്യസംഘം, അങ്ങനെ തുടങ്ങി പേരൊക്കെ തിരക്കടില്ല. പക്ഷെ ഈ നദ്വത്ത് എന്ന പേര് അത് നിങ്ങളൊന്ന് മാറ്റണം. കാരണം അള്ളാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടി അബൂജഹലും കൂട്ടരും യോഗം കൂടിയ ഓഫീസിന്റെ പേരാണ് നദ്വത്ത് എന്നുള്ളത്. അത് മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അറിയാലോ. അള്ളാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടി ഇബിലീസിന്റെ സാന്നിധ്യത്തില് അവന്റെ ചില ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് അബൂജഹലും കൂട്ടരും യോഗം കൂടിയ ഓഫീസിന്റെ പേരാണ് നദ്വത്ത്. അതുകൊണ്ട് ഈ നദ്വത്ത് എന്ന പേരിൽ തന്നെ നിങ്ങൾ പ്രവർത്തിക്കണം നിർബന്ധമല്ലല്ലോ. അതുകൊണ്ട് ആ നദ്വത്ത് ഒന്ന് മാറ്റണം. അത് മുസ്ലിംകൾക്ക് കേൾക്കുമ്പോൾ വല്ലാത്ത വേദനയാണ്. അവരുടെ നേതാവിനെ കൊല്ലാൻ വേണ്ടി യോഗം കൂടിയ ഓഫീസിന്റെ പേരാ എന്ന് പറഞ്ഞ് നമ്മൾ പ്രസംഗിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് പിന്നീട് ഈ പേരത്ര സുഖല്ല, അതുകൊണ്ട് ഇനി നമുക്ക് സലഫികളാകാം എന്ന രൂപത്തിലേക്ക് വന്നത്. അങ്ങനെ നദ്വത്തൊക്കെ പിന്നെ ഇപ്പൊ നദ്വത്ത് പറയില്ല, മുജാഹിദ് പറയാപ്പ, അല്ലെങ്കിൽ തന്നെ മടിയാണ്. ഞാൻ പിന്നെ കേൾപ്പിക്കാം. മുജാഹിദ് എന്നുള്ള പേര് പറയാൻ തന്നെ മുജാഹിദുകൾക്ക് ഇപ്പൊ മടിയാ. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സലഫികൾ എന്ന പേരാണ്. ഇനിയിപ്പൊ ഏതൊക്കെ വിലാസത്തില്, ഏതൊക്കെ അഡ്രസ്സില്, ഏതൊക്കെ പേരുകളില് ഇവര് വരും എന്ന് പറയാൻ നിവൃത്തിയില്ല. പല പേരിലും പല അഡ്രസ്സിലും വന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാം, എന്ത്? ഇതൊക്കെ സാധനം ഒന്ന് തന്നെയാണ്. സാധനം ഒന്നാ, ലേബിൾ ഇങ്ങനെ മാറുന്നു. കുപ്പി പഴയ തന്നെയാണ്. കുപ്പിയും കുപ്പിക്കുള്ളിലെ സാധനം അതൊക്കെ പഴയ തന്നെയാണ്. അതിന്റെ ലേബിളും പേരും ഇങ്ങനെ മാറുന്നു എന്നേ ഉള്ളൂ. ഇനി സലഫി മാറിയിട്ട് ഇനി വേറെ കുറച്ച് കഴിയുമ്പോൾ വേറെ എന്താ ആകാന്ന് പറയാൻ പറ്റൂല. അപ്പൊ എങ്ങനെ വന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയ ആ ചീത്ത സ്വഭാവങ്ങളൊക്കെയുള്ള ആ സംഘം തന്നെയാണ് വിവിധ പേരുകളിൽ ഇപ്പൊ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് നജ്ദിൽ തുടങ്ങിയത് എങ്ങനെ? നജ്ദിൽ ഈ പ്രസ്ഥാനം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിൽ ഈ പ്രസ്ഥാനം തുടങ്ങിയത് എങ്ങനെ? തുടങ്ങിയത് മക്കാമ് പൊളിച്ചുകൊണ്ടാ. മക്കാമ് പൊളിച്ചാണിത് തുടങ്ങിയത്. ഇത് നോക്കൂ നിങ്ങൾ, ഇതാരാണ്? KC അബൂബക്കർ മൗലവി. അദ്ദേഹം എഴുതിയ നവീന നജ്ദിന്റെ ചരിത്രം, നവീന നജ്ദിന്റെ ചരിത്രം എന്ന പേരിൽ എഴുതിയ ലേഖനം. ആ ലേഖനത്തിൽ പറയുന്നത് എന്താ? ഞാൻ കുറച്ച് വരികൾ വായിച്ചു കേൾപ്പിക്കാം. 1801 ഏപ്രിൽ 22-ന് 22-ാം തീയതി
10,000 വരുന്ന ഒരു വഹാബി സൈന്യം, ഒരു വമ്പിച്ച വഹാബി സൈന്യം കർബല പട്ടണം ആക്രമിച്ചു. പട്ടണവാസികളിൽ നല്ല ഒരു ഭാഗത്തെ അവര് കൊന്നുകളഞ്ഞു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖാം കൊള്ളയടിച്ചു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖാം തകർത്തു. അവിടേക്ക് അനറബികളായ സഹോദരങ്ങൾ വഴിപാട് കൊടുത്തിരുന്ന, നേർച്ച കൊടുത്തിരുന്ന വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളും വഹാബി സൈന്യം കൊള്ളയടിച്ചു. ഇതിപ്പോ 2 വരി കേട്ടോ. ഈ ലേഖനത്തില് ഈ ഒരു തുടർലേഖനമാണ്. ആ തുടർലേഖനത്തിൽ നവീന നജ്ദിന്റെ ചരിത്രം വായിച്ചാൽ അവിടെ മക്കയിലും മദീനത്തും അതുപോലെ ഇസ്ലാമിക പ്രദേശങ്ങളിലൊക്കെയും മുസ്ലിം ആത്മീയ ആചാര്യന്മാർ, സ്വഹാബിമാർ, അവരുടെയൊക്കെ ഖബറിന്റെ മുകളിലുള്ള കുബ്ബകളും മഖാമുകളും അതെല്ലാം ഈ മുജാഹിദ് സൈന്യം ഇബ്നു അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിൽ പൊളിച്ചു കളയുകയും അനേകം മുസ്ലിം സഹോദരങ്ങളെ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരെ ഈ വഹാബികൾ കൊന്നൊടുക്കുകയും ചെയ്തു എന്ന് അവരുടെ തന്നെ അൽ ഇത്തിഹാദ് മാസികയിൽ കെ സി അബൂബക്കർ മൗലവി എഴുതിയ നവീന നജ്ദിന്റെ ചരിത്രം എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആരല്ല ഇത്? സുന്നികളോ അല്ലെങ്കിൽ ഇവരെ എതിർക്കുന്ന ഏതെങ്കിലും ആളുകളോ എഴുതിയതല്ല. പിന്നെയോ അവരുടെ തന്നെ ചരിത്രം അവർ തന്നെ എഴുതിയതാ. അതിൽ പറയുന്നത് വഹാബി സൈന്യം മഖാമ് കൊള്ളയടിച്ചു, മഖ്ബറകൾ കൊള്ളയടിച്ചു, അഹ്ലുസുന്നത്തിനെ കൊന്നു, നശിപ്പിച്ചു എന്ന് അവർ തന്നെ എഴുതുന്നു. ഈ ലേഖനത്തിന്റെ തന്നെ അവസാന ഭാഗത്ത് കാണാം ഇതൊന്നും ഒരു വലിയ പാതകമായി അവർക്ക് തോന്നിയില്ല. എന്താ പാതകമായി തോന്നാതിരിക്കാൻ കാരണം? ഖബറ്, മഖ്ബറകൾ, അതുപോലെ മഖാമുകൾ അവിടെ സിയാറത്ത് ചെയ്യുകയും അവിടെ നേർച്ച നേരുകയും അവിടെ ഉറൂസ് നടത്തുകയും എല്ലാം ചെയ്യുന്ന മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് കാഫിറുകൾ എന്ന വിശ്വാസമായിരുന്നു വഹാബികൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആ കാഫിറുകളെ കൊല്ലാനും അവരുടെ മഖാമുകൾ കൊള്ളയടിക്കാനും അവരുടെ സ്വത്തുക്കൾ നശിപ്പിക്കുവാനും വഹാബികൾക്ക് സാധിച്ചത് എന്ന് ഇവര് തന്നെ അറബി മലയാളത്തിൽ ഈ ലേഖനത്തിൽ എഴുതുന്നു. ഈ പുസ്തകം ഏതാണ്? ഇത് വിശ്വ ചരിത്രാവലോകനം എന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ 1062 പേജിൽ ഇതേ കാര്യം പറയുന്നുണ്ട്. എന്ത്? ഇബ്നു അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിൽ അവിടെ സൗദി രാജ്യം രൂപപ്പെട്ടതിന്റെ ചരിത്രമാണ് നെഹ്റു പറയുന്നത്. ആ ചരിത്രം പറയുന്നിടത്ത് അദ്ദേഹം പറയുന്നു, ആ രാജ്യം സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരുപാട് മക്ബറകൾ, അദ്ദേഹം ശവകുടീരങ്ങൾ എന്നാണ് പറയുന്നത്. നെഹ്റുവിന്റെ ഭാഷയാണല്ലോ. ശവകുടീരങ്ങൾ, മക്ബറകൾ, മക്കാമുകൾ, വളരെ മുസ്ലിം സിദ്ധന്മാരുടെ, ഔലിയാക്കളുടെ, മഹാന്മാരുടെ മക്ബറകളും അവരുടെ സ്മാരക കേന്ദ്രങ്ങളും ഈ മുജാഹിദ് അല്ലെങ്കിൽ വഹാബി നേതൃത്വത്തിൽ തകർക്കപ്പെട്ടു എന്ന് വിശ്വചരിത്രാവലോകനത്തിന്റെ 1062 പേജിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോ മുജാഹിദുകൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, അതുപോലെ ചരിത്ര പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവരും എഴുതി വെച്ചത് ഇവരുടെ ചരിത്രം ആരംഭിക്കുന്നത്, ഇവരുടെ പ്രവർത്തനം നജ്ദിൽ ആരംഭിക്കുന്നത് ഒരു രക്തവിപ്ലവത്തിലൂടെയായിരുന്നു. അൽ ഫിത്നത്തു ദമവിയ്യ എന്നാണ് ചരിത്രത്തിൽ അതറിയപ്പെടുന്നത്. അൽ ഫിത്നത്തു ദമവിയ്യ, രക്ത വിപ്ലവം. മുസ്ലിം സഹോദരങ്ങളെ കൊന്നൊടുക്കി, അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരെ കൊന്നൊടുക്കി, മക്കാമുകൾ തകർത്ത്, മക്കാമുകൾ കൊള്ളയടിച്ച്, അങ്ങനെയാണ് ഇത് ആരംഭിക്കുന്നത്. പിന്നീട് അതിന്റെ പുനരവതരണം നടന്നത് എവിടെയാണ്? കൊടുങ്ങല്ലൂരിൽ സഹോദരങ്ങളെ അത് ആരംഭിക്കുന്നതും മക്ബറ പൊളിച്ചുകൊണ്ടാണ്. കൊടുങ്ങല്ലൂരില് ഈ നിഷ്പക്ഷ സംഘവും ഐക്യസംഘവും ഒക്കെ അതിന്റെ പ്രവർത്തനം തുടങ്ങുന്നത് മക്ബറ പൊളിച്ചുകൊണ്ടാണ്. മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന കൊടുങ്ങല്ലൂരിലെ സമ്പന്നനും തറവാട്ടുകാരനുമായ ഒരു വ്യക്തിയുടെ വീട്ടിലാണ് ആര് താമസിച്ചിരുന്നത്? KM മൗലവി താമസിച്ചിരുന്നത്. ആ KM മൗലവി ഇദ്ദേഹത്തെ മെല്ലെ മയക്കി പിടിച്ച്, അദ്ദേഹത്തെ മെല്ലെ ചാക്കിലാക്കി, അദ്ദേഹത്തെ കൂടി യോജിപ്പിച്ചുകൊണ്ടാണ് നിഷ്പക്ഷ സംഘം എന്ന പേരിൽ ഈ വഹാബി സംഘത്തെ ആദ്യം ഉണ്ടാക്കിയത്.
അങ്ങനെ ആ നിഷ്പക്ഷ സംഘത്തിന്റെ പേരിൽ ബിദഈ പ്രവർത്തനങ്ങൾ ഇങ്ങനെ തുടങ്ങി വന്നപ്പോ നമ്മുടെ മണപ്പാട്ട് കുഞ്ഞാമദാജിക്ക് എന്തായി? ആവേശം മൂത്തു. എന്താ ആവേശം? ബിദഈ ആവേശം. കെ എം മൗലവി കുത്തിക്കൊടുത്ത വിഷം, കെ എം മൗലവിയും വക്കം മൗലവിയും ശരീരത്തിലേക്ക് പകർന്ന വിഷം, ആ വിഷം പ്രവർത്തിച്ചു. ആ വിഷം പ്രവർത്തിച്ചപ്പോൾ സ്വന്തം വലിയുപ്പയുടെ മക്ബറ, അദ്ദേഹത്തിന്റെ പിതാവ് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു, മഹാനായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ആ മഹാന്റെ അദ്ദേഹത്തിന്റെ വലിയുപ്പയുടെ മക്ബറ മക്കാമ് അത് തട്ടിപ്പൊളിച്ചുകൊണ്ട്, സ്വന്തം വീട്ടിലാവുമ്പോ പിന്നെ മുസ്ലിങ്ങൾ എതിർക്കുമല്ലോ, അല്ല സ്വന്തം ബാപ്പാന്റെ കബർ പൊളിക്കുമ്പോ പിന്നെ മുസ്ലിങ്ങൾ ആരും എതിർക്കുമല്ലോ. അങ്ങനെ മണപ്പാട്ട് കുഞ്ഞഹമ്മദാജിയും സംഘവും അദ്ദേഹത്തിന്റെ സ്വന്തം വലിയുപ്പയുടെ കെട്ടി ഉയർത്തിയ എത്രയോ മുസ്ലിമീങ്ങൾ സിയാറത്തിന് വേണ്ടി ചെന്നിരുന്ന ആ തീർത്ഥാടന കേന്ദ്രം തകർത്തുകൊണ്ടാണ് നിഷ്പക്ഷ സംഘത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചതെന്ന് ശബാബ് വാരിക, ഇതാ ഈ ശബാബ് വാരിക ഇപ്പൊ അടുത്ത് 2012 മാർച്ച് മാസത്തിൽ പ്രസിദ്ധീകരിച്ച ഈ ശബാബ് വാരിക പറയുന്നു, നിഷ്പക്ഷ സംഘത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചത് മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജി അദ്ദേഹത്തിന്റെ വലിയപ്പയുടെ മക്ബറ പൊളിച്ചുകൊണ്ടായിരുന്നു എന്ന്. അപ്പൊ നജിദിൽ നിന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മക്കാമ് കർബലയിൽ പൊളിച്ചിട്ടാണ് ഈ പ്രവർത്തനത്തിന്റെ ആരംഭം. പിന്നെ ജന്നത്തുൽ മക്കയിലും മദീനയിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരുപാട് കബറുകൾ പൊളിച്ചു. ഇപ്പൊ നിങ്ങൾ നോക്കൂ, മക്കത്തി എന്നാൽ മദീനത്തി എന്നാൽ മുജാഹിദുകൾ എങ്ങനെ പ്രസംഗിക്കും? മക്കത്തുണ്ടോ മക്ബറ, മദീനത്തുണ്ടോ മക്കാമ് എന്നൊക്കെ മുജാഹിദുകൾ പ്രസംഗിക്കും. അത് പ്രസംഗിക്കുമ്പോ തന്നെ ശ്രദ്ധിച്ച് മുഖത്തേക്ക് നോക്കിയാൽ അവിടെ തെളിഞ്ഞു കാണാം ഒരു ഗൂഢമായ ചിരി, ഒരു പരിഹാസ ചിരി. കാരണം എന്താ? ഇവരുടെ പൂർവ്വപിതാക്കന്മാർ പണ്ട് കോടാലിയും മഴുവും പിക്കാസും എടുത്ത് പൊളിച്ചു കളഞ്ഞതാണ് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ മക്ബറകളും. സ്വഹാബത്തിന്റെ കബറിന്റെ മുകളിലൊക്കെ നല്ല മനോഹരമായ കുബ്ബകൾ ഉണ്ടായിരുന്നു, കെട്ടി ഉയർത്തിയ കബറുകൾ ഉണ്ടായിരുന്നു എന്നല്ല ഇമാം ബുഖാരി തന്നെ പറയുന്നത്. സാന്ദർഭികമായി ഞാൻ പറഞ്ഞോട്ടെ, ഖാരിജത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് മദീനയിൽ ഹിജ്റ പോയവരിൽ ആദ്യമായി മദീനത്ത് മരിച്ചത്, വഫാത്തായത് ഖാരിജത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഖബറിനെ കുറിച്ച് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണും, ആ ഖബർ എടുത്തു ചാടാൻ കഴിയുന്നവരായിരുന്നു ഞങ്ങളിൽ ഏറ്റവും വലിയ ചാട്ടക്കാർ എന്ന് ഞങ്ങൾ പറയാറുണ്ട്. ഖാരിജത്ത് ബിൻ സയ്യിദ് ആ ഹദീസിന്റെ നിവേദകനാണ്. ബുഖാരിയിൽ നിന്ന് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിന്റെ നിവേദകനാണ് ഖാരിജത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് ആദ്യമായി ഹിജ്റ പോയ ആളുകളിൽ നിന്ന് മദീനത്ത് മരിക്കുന്നത്. ആ മദീനത്ത് മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഖബറടക്കാൻ നേതൃത്വം നൽകുന്നത് ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അദ്ദേഹത്തിന്റെ ഖബർ ചാടാൻ കഴിയുന്നവരാണ് ഞങ്ങളിൽ ഏറ്റവും വലിയ ചാട്ടക്കാർ എന്ന് സ്വഹാബത്ത് പറയാറുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം ഞങ്ങളിങ്ങനെ നേരം വെളുത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ചാടാൻ പോകാറുണ്ട് എന്നല്ല, പിന്നെയോ അത് അത്രയും ഉയരത്തിലായിരുന്നു ആ ഖബർ എന്നാണ്. അപ്പൊ ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോ കേരളത്തിലെ മുജാഹിദ് മൗലവിമാർ അതിന് മറുപടി പറഞ്ഞു, അത് മുസ്ലിയാരെ ലോങ് ജമ്പാണ്, ഹൈ ജമ്പ് അല്ല. ബുഖാരിയിൽ പറഞ്ഞ ചാട്ടം അത് നീളത്തിലുള്ള ചാട്ടാണ്, ഉയരത്തിലുള്ള ചാട്ടല്ല. ഇങ്ങനത്തെ പ്രസംഗവും വിശദീകരണമൊക്കെ വരും എന്ന് കണ്ടതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇർഷാദു സാരിയിൽ ബഹുമാനപ്പെട്ട ഇമാം ഖസ്തല്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിന് വ്യാഖ്യാനം എഴുതിയ സ്ഥലത്ത് പറഞ്ഞു, ഐ ഇർതിഫാഅൻ, ലോങ് ജമ്പ് അല്ല, പിന്നെ ഹൈ ജമ്പ് തന്നെ. ഇർതിഫാ എന്ന് പറഞ്ഞാൽ ഉയരത്തിൽ ചാടാൻ കഴിയുന്നവരായിരുന്നു ഏറ്റവും വലിയ. അപ്പൊ അത്രയും ഉയരത്തിലുള്ള ഖബറുകള് അള്ളാന്റെ റസൂലിന്റെ കാലത്ത് തന്നെ അവിടെ ഉണ്ട്, സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഖബറുകളും കുബ്ബകളും അതെല്ലാം പൊളിച്ചുകൊണ്ടാണ് മുജാഹിദുകള് അല്ലെങ്കിൽ വഹാബികള് മക്കത്തും മദീനത്തും പ്രവർത്തനം തുടങ്ങിയത്. ആ പ്രവർത്തനം പിന്നെ കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ പുനരാരംഭിച്ചപ്പോൾ അവിടെയും മക്ബറ പൊളിച്ചുകൊണ്ടാ തുടങ്ങിയത്. ഇപ്പോഴും മുജാഹിദുകളുടെ മനസ്സിലൊരു പൂതി ഉണ്ട്. അതെന്താ പൂതി? അന്ന് മുസ്ലിമീങ്ങളെ പേടിച്ചിട്ട്, ലോക മുസ്ലിമീങ്ങളെ പേടിച്ചിട്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ മുകളിൽ സ്ഥാപിക്കപ്പെട്ട മനോഹരമായ പച്ചക്കുബ്ബ അന്നത്തെ രക്ത വിപ്ലവത്തിൽ പൊളിച്ചു മാറ്റാൻ മുജാഹിദുകൾക്ക് കഴിഞ്ഞിരുന്നില്ല. അല്ലേ? ഇപ്പോഴും എല്ലാ ഖബറും പൊളിച്ചു. മദീനത്ത് എന്ന ആകെ കാണുന്ന ഒരു ഖബർ ഏതാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറാണ്. നമുക്ക് ആശ്വാസമായി, നമുക്ക് സമാധാനം പകർന്ന് കണ്ണ് കുളിരെ കാണാൻ പറ്റുന്ന രൂപത്തിൽ
ആ മനോഹരമായ പച്ചക്കുബ്ബ ഇപ്പോഴും തല ഉയർത്തി നിൽക്കുന്നു. അതന്ന് പൊളിക്കാത്തതിന്റെ കാരണം മുസ്ലിം സമുദായത്തിന്റെ പ്രതിഷേധം പേടിച്ചുകൊണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അവിടെ വല്ല സ്വാധീനവും കിട്ടുകയാണെങ്കിൽ അത് ഞങ്ങൾ പൊളിച്ചു കളയുമെന്നാണ് മുജാഹിദുകൾ ഇപ്പോഴും പ്രസംഗിക്കുന്നത്. നേരത്തെ